അസ്സലാമു അലൈക്കും. എന്റെ വോയിസ് കേൾക്കാമല്ലോ അല്ലെ? എന്റെ വോയിസ് ഓക്കെ ആണോ? എന്താ അവസ്ഥ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈന ബിറളില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ റബ്ബി ബിൽ മുസ്തഫ ബല്ലഗ മഖാസിദനാ വഗ്ഫിർ ലനാ മാ മളാ യാ വാസിഉൽ കറം. ഏറെ സ്നേഹാദരവുകൾ നിറഞ്ഞ ബൈറ്റ് അക്കാദമിയിലെ പ്രിയപ്പെട്ട പഠിതാക്കളെ, മറ്റ് നമ്മുടെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ജൂലൈ മാസത്തെ ജൂലൈ സെക്ഷനിലെ സെറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് നമ്മളിൽ ഓരോരുത്തരും. അതല്ലെങ്കിൽ PSCയുടെയോ കേട്ടറ്റിന്റെയോ ഒക്കെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളിൽ എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് സെറ്റിന്റെ മുൻകാല ചോദ്യങ്ങൾ അനലൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുൻകാല ചോദ്യപേപ്പറുകളുടെ ഒരു വിശകലനാത്മകമായിട്ടുള്ള ഒരു സെഷനിലാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതൊരു ചോദ്യോത്തര സെഷനാണ്. നമുക്ക് അറിയുന്ന ചോദ്യങ്ങൾ ഉണ്ടാകാം, അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടാവാം. കഴിവതും ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. നമുക്ക് ചെറിയ ചെറിയ രൂപത്തിൽ എന്ത് ചെയ്യാം, അത് ഓരോന്നും ചെറിയ രൂപത്തിൽ നമുക്കൊന്ന് വിശകലനം ചെയ്തുകൊണ്ട് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇൻഷാ അല്ലാഹ് ആദ്യ ദിവസം ആയതുകൊണ്ട് കുറേ ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. എങ്കിലും ഇൻഷാ അല്ലാഹ് 2 PPT തീർക്കണം എന്നുണ്ട്. അപ്പൊ നമുക്ക് കഴിവിന്റെ പരമാവധി എത്രത്തോളം നമുക്ക് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് തീർക്കാമെന്നുള്ളതാണ്. അപ്പോ നിങ്ങളോട് തുടക്കം പറയാനുള്ള ഒരു കാര്യം, തുടക്കം നിങ്ങൾ എങ്ങനെയാണോ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി തുടങ്ങുക, എങ്ങനെയായിരിക്കും തുടങ്ങുക? നല്ല ആവശ്യത്തോടെ തുടങ്ങും അല്ലെ? അല്ലെ, നല്ല ആവശ്യം ഉണ്ടാവൂലേ? പുതിയ എന്തൊരു കാര്യത്തിനോട് നമുക്ക് നല്ലൊരു ആവശ്യം ഉണ്ടാവൂലേ? സ്വർണോ ഉണ്ടാവൂലേ? ഉണ്ടാകും. പക്ഷേ കുറച്ചങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? നമുക്കറിയാം, പുതിയ ടയർ എന്ന് പറയുന്നത് നല്ല മൂവിങ് ഉണ്ടാകും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ, ടയർ തേയാൻ തുടങ്ങും. ടയർ തേഞ്ഞ് എന്ത് ചെയ്യും? പിന്നീട് ആ വണ്ടിയുടെ എന്ത് ചെയ്യും? സ്പീഡ് കുറയും. അവസാനാകുമ്പോൾ അത് മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? ആ ടയർ കീറി വണ്ടി എന്തായാലും നമുക്ക് ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? കൃത്യമായ ഇടവേളകളിൽ നമ്മൾ സർവീസ് ചെയ്യുക. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ പഠനത്തിന്റെ പ്രക്രിയ എന്ന് പറയുന്നത്. അത് കൃത്യമായ ഇടവേളകളിൽ റീപോളിഷ്മെന്റ് നടത്തിയാൽ മാത്രമേ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റൂ. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്ത് തന്നെ ആയാലും അല്ലാഹു തആല നിർവഹിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് കടക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നമ്മളിന്ന് അസ്ലുൽ ലുഗത്തുൽ അറബിയയുമായി ബന്ധപ്പെട്ട ഒരു സെഗ്മെന്റിലാണ് നമ്മൾ ആദ്യമായിട്ടുള്ളത്. അപ്പോൾ നമുക്കതിൽ നിന്ന് തന്നെ കുറച്ച് ഭാഗങ്ങൾ, ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. മൻ ജമഅ അംസാലുൽ അറബ്. അംസാലുൽ അറബ് എന്ന് പറയുന്ന ഗ്രന്ഥം ഒരുമിച്ച് കൂട്ടുക, അതായത് അറബികൾക്കുള്ള കുറെ മിസ്ലുകളുണ്ട്, അതെല്ലാം ഒരുമിച്ച് കൂട്ടുന്നത് ആരാണെന്നുള്ള. അബൂ തമാമാണോ, ബുഹ്തുരിയാണോ, മുഫല്ലലുൽ ലബിയാണോ, അബുൽ ഫർജുൽ ഇസ്ഫഹാനിയാണോ? മുഫല്ലലുൽ ലബിയുടെ ഒരു പുസ്തകമാണ് എന്ത്, അംസാലുൽ അറബ് എന്ന് പറയാം. അബുൽ ഫർജുൽ ഇസ്ഫഹാനി രചിച്ച പുസ്തകത്തിന്റെ പേരാണ് കിതാബുൽ അഗാനി എന്നുള്ളത്. അബൂ തമ്മാമും ബുഹ്തരിയും എന്താണ്, വളരെ പ്രശസ്തരായിട്ടുള്ള, വളരെ പ്രമുഖരായിട്ടുള്ള അബ്ബാസിയ കാലഘട്ടത്തിലെ കവികളാണ്. അർബുൽ ബസൂസ് ദാറത്തു ബൈന. ആർക്കിടയിലാണ് ബസൂസ് യുദ്ധം നടക്കുന്നത്? ഖുറൈശികളും മുസ്ലിമീങ്ങളും തമ്മിലാണോ? അതല്ല ഇസ്രായേലും ഫലസ്തീനും തമ്മിലാണോ? അമേരിക്കയും ജപ്പാനും തമ്മിലാണോ? ബക്ർ തഗ്ലബാണ്, വൈനാണ്, തഗ്ലബ് ഗോത്രങ്ങൾക്കിടയിലാണ്. വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ആൻസറിലേക്ക് വരിക. തെറ്റിക്കോട്ടെ,
പക്ഷെ എല്ലാവരും ശരിയാക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ബക്കർ തഗ്ലബ് എന്ന രണ്ട് ഗോത്രങ്ങൾ ചേർന്നുകൊണ്ടാണ് ബസൂസ് ഇത് നടക്കുന്നത്. ബക്കർ തഗ്ലബ് ഗോത്രങ്ങൾ തമ്മിൽ ഈ നടന്നിട്ടുള്ള ബസൂസ് യുദ്ധം എത്ര കാലഘട്ടമാണ് നീണ്ടുനിന്നത്? അർബഊന സന, അർബഈന സന, അർബഈന സനവാത്ത്, അർബഊന സനവാത്ത്. ഇവിടെ ബൈന എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട്. പിന്നെ നഹ്വി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് തന്നെ വരണം? അത് ജറിന്റെ ഇതിൽ വരുന്നതാണ്. അപ്പൊ നഹ്വി അർബഈന സന എന്ന് പറയണം. ഓക്കെ. ഇപ്പോ അയ്യാമു പ്രധാനപ്പെട്ട ചില യുദ്ധങ്ങളാണ്. കഹ്താനികൾ തമ്മിലുള്ള യുദ്ധം, അതായത് കഹ്താനിയൻ ഗോത്രങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് യോമുൽ ബുർദാൻ, യോമുൽ കുലാബുൽ അവൽ, യോമുൽ ഔസി വൽ ഖസ്റജ്, യോമുൽ റസും എന്ന് പറയുന്ന യുദ്ധങ്ങളൊക്കെ. അദ്നാനി ഗോത്രങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് ദാഹിസ് വൽ വബറാം, ഹർബുൽ ബസൂസ്. ഇനി കഹ്താനികളും അദ്നാനികളും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് യോമുൽ കിലാബുസാനി, യോമു ഫഫീഫ് റീഹ്, യോമു ഖിസാർ. അയ്യാമു ബൈനുൽ ഖബായിൽ അദ്നാനിയ വഹിയ അക്സറു ബികസിമൽ അയ്യാമു ബൈനുൽ കഹ്താനി. കഹ്താനികൾക്കിടയിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ യുദ്ധങ്ങൾ നടന്നിട്ടുള്ളത് അദ്നാനി ഗോത്രങ്ങൾക്കിടയിലാണ്. അതായത് വളരെ പരിക്ക സ്വഭാവക്കാരായിരുന്നു ഈ പറയുന്ന അദ്നാനി ഗോത്രക്കാർ. അൽ കിത്താൽ തൊബിയ, കൊല അല്ലെങ്കിൽ എന്താണ് അക്രമം എന്ന് പറയുന്നത് അവരുടെ എന്താണ് നേച്ചറായത്, നൈസർക്ക്, അതവരുടെ എന്താണ് ഈ അതായത് കണ്ട് ആരാണ് ശത്രു ആണെങ്കിൽ എന്താ കൊല്ല എന്നുള്ളത് അവരുടെ ഒരു പ്രത്യേകത ആയിരുന്നു എന്നുള്ളതാണ്. തത്സമ ഹയാത്തിഹിം ബി തനക്കുല വഅദമുൽ ഇസ്തിഖ്റാർ വ ഖില്ലത്തുൽ മൽ. അവരുടെ ജീവിതത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ഒരിടത്ത് തന്നെ സ്റ്റേ ചെയ്യാതിരിക്കുക, അതുപോലെ തന്നെ പൈസ കുറവുള്ള ദരിദ്രരായിരുന്നു എന്നുള്ളത് ഇവരുടെയൊക്കെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ എന്താണ് ഇവർക്കിടയിൽ പരസ്പരം യുദ്ധങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. നമുക്കറിയാലോ. ഇനി സൂഖ് ഉക്കാദ്, സൂഖ് ഉക്കാദ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബൈന മദീനത്തി വൽ മുനവ്വറ വ മക്കത്തുൽ മുക്കറമ, മക്ക വ മദീന, ത്വായിഫ്, നഖില, ഹിജാസ്, കൂഫ. നമുക്ക് അറിയാവുന്ന പോലെ തന്നെ എന്താണ് ഉക്കാദ് ചന്ത എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ത്വായിഫിനും നഖിലക്കും ഇടയിൽ അറിയപ്പെടുന്ന ഒരു ഇതാണ്. നമുക്കറിയാം മലിക്കത്തുൽ അസ്വാക്ക് എന്നറിയപ്പെടുന്ന ഒരു സൂക്കാണെന്ത് നമ്മുടെ ഉക്കാദ് എന്ന് പറയുന്നത്. അവിടെ ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രശസ്തരായിട്ടുള്ള കവികളൊക്കെ തന്നെയും ഒരുമിച്ച് കൂടുകയും അവിടെ വന്ന് സാഹിത്യത്തിന് വേണ്ടി അല്ലെങ്കിൽ സാഹിത്യത്തിലുള്ള കേമനാര് എന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി ചിലവഴിക്കുകയും ചെയ്യുമായിരുന്നു അത്ര. നമ്മുടെ പ്രശസ്ത എന്താണ് കവിയായിരുന്ന നാബിയത്ത് ദുബിയാനി ആയിരുന്നു അവിടുത്തെ അമീർ എന്നും നമ്മൾ കാണാം. ഹസ്സാൻ ഇബ്നു സാബിത്ത് ഉൾപ്പെടെയുള്ള പ്രമുഖരായിട്ടുള്ള കവികൾ അവിടെ വന്ന് കവിത ചൊല്ലിയതായിട്ടും ഹൻസാമുക്ക് കവിത ചൊല്ലുകളായിട്ട് നമുക്ക് അറിയായിരുന്നു എന്നുള്ളതാണ്. നമുക്ക് ചരിത്ര താളുകളിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇനി മിൻ അയ്യാമിൽ ജാഹിലിയ ദാമത്തി അർബഈന സന, 40 വർഷക്കാലം നീണ്ടു നിന്ന യുദ്ധങ്ങൾ ഏതാണ്? ദാഹിസുൽ വബറ ആണോ, യോമുൽ അർബഈൻ ആണോ, ഹർബുൽ അഹ്ലിയയാണോ? ഓക്കെ, ആരൊക്കെ ഏതാണ്? ഹർബ് ദാഹിസ് വൽ വബറ ആണ്. ഹർബ് ദാഹിസ് വൽ വബറ എന്ന യുദ്ധം, ഹർബ് ദാഹിസ് വൽ വബറ എന്ന യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ഹർബ് സിബാഖ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മാത്രമല്ല അബസ് ദുബിയാൻ എന്നീ 2 ഗോത്രങ്ങൾക്കിടയിലാണ് നടക്കുന്നത് അല്ലെ. അബസ് ദുബിയാൻ എന്നീ 2 ഗോത്രങ്ങൾക്കിടയിലാണ് നടക്കുന്നത്. കാരണം 2 കുതിരകൾ തമ്മിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധമായിരുന്നത് കൊണ്ടാണ് ഇതിനെ ഹർബ് ദാഹിസ് വൽ വബറ എന്ന് പേരിൽ അറിയപ്പെട്ടത്.
ഏതൊക്കെ ഗോത്രങ്ങൾക്കിടയിലാണെന്ന് നമ്മൾ പറഞ്ഞത്? ബക്കർ തഗ്ലബ് എന്നാണോ പറഞ്ഞത്? അബിസ് ദുബിയാൻ എന്നാണോ പറഞ്ഞത്? ഖുറൈശികളും കിനാനക്കാരും തമ്മിൽ എന്നാണോ പറഞ്ഞത്? അതല്ല ഔസ് ഹസ്റജ് എന്നാണോ പറഞ്ഞത്? ഓക്കെ, അബിസ് ദുബിയാൻ എന്നുള്ളതാണ്. ഖുറൈശികളും കിനാനക്കാരും തമ്മിൽ യുദ്ധം നടന്നിട്ടുണ്ടോ? ഖുറൈശികളും കിനാനക്കാരും തമ്മിലും നടന്നിട്ടുണ്ടോ? ഖുറൈശികളും കിനാനക്കാരും തമ്മിലെ ഏതെങ്കിലും യുദ്ധം നടന്നിട്ടുണ്ടോ? ഹർബുൽ ഫിജാർ. ഹർബുൽ ഫിജാർ. അതിന്റെ അകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? തന്റെ 15ാമത്തെ വയസ്സിൽ പങ്കെടുക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതിനെ നമുക്ക് വളരെ പ്രമുഖമായിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പങ്കെടുത്ത വളരെ പ്രമുഖമായിട്ടുള്ള യുദ്ധങ്ങളിൽ ഒന്നായിട്ട് നമുക്കതിനെ പരിഗണിക്കാൻ കഴിയുന്നതാണ്. ഇനി സൂഖുൽ മിർബദ് ഷഹീറത്തുൻ ഷഹീബത്തുൻ ബി സൂഖി ഉക്കാദ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂഖ് ഉക്കാദിന് എങ്ങനെയായിരുന്നു സ്ഥാനമുള്ളത്, അതേപോലെ തന്നെ ഉള്ള ഒരു എന്താണ് സാഹിത്യവേദിയാണ് സൂഖുൽ മിർബദ് എന്ന് പറയാം. അത് ജാഹിലിയ കാലഘട്ടത്തിലാണ് പ്രശസ്തമാകുന്നത്. അത് എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്? തോയിഫിലാണോ, ബസ്രയിലാണോ, ദമാസ്കസിലാണോ, യസ്രിബിലാണോ? നമുക്കറിയാം അടുത്തത് ബസ്രയിലാണ്. ഈ സൂഖ് ഉക്കാദ് അല്ലെ സൂഖുൽ മിർബദ് എന്ന് പറയുന്നത് പണ്ട് ഈ എന്താണ് നമ്മുടെ ഫർസുകൾ ഉണ്ടല്ലോ, കുതിരകളെയൊക്കെ കൊണ്ട് കെട്ടിയിടുന്ന ഒരു എന്തായിരുന്നു, ഒരു തൊഴുത്തായിരുന്നു. അത് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അമവിയ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അമവിയ കാലഘട്ടം എത്തുമ്പോഴത്തേക്കും അതിനെ സാഹിത്യവേദികൾക്ക് നമ്മുടെ ഉക്കാദ് സാഹിത്യ വേദിയെ പോലെ എന്താണ് ഒരു സാഹിത്യ വേദിയായിട്ട് പിന്നീട് അത് പരിണമിക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. മാഹി അക്സർ അറബിയ. അറബി ഭാഷയോട് സ്വാധീനപ്പെടുത്തിയ ഏറ്റവും വലിയ ഭാഷ ഏതാണ്? അതായത് ലോകത്തുള്ള പല ഭാഷകൾക്ക് മറ്റു പല ഭാഷകൾക്ക് സ്വാധീനപ്പെടുത്തുന്നുണ്ട്. ഇപ്പം തമിഴ് ഭാഷയോട് സ്വാധീനപ്പെടുത്തിക്കൊണ്ടാണ് മലയാള ഭാഷയിലെ പല പദങ്ങളും വന്നിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞു വെക്കുമ്പോ നമുക്ക് ഏറ്റവും കൂടുതൽ അറബി ഭാഷയോട് സ്വാധീനം ചെലുത്തപ്പെട്ട അല്ലെങ്കിൽ സ്വാധീനമുള്ള ഭാഷ ഏതാണ്? സ്പാനിഷ് ആണോ, ഇംഗ്ലീഷ് ആണോ, ഗ്രീക്ക് ആണോ, അതല്ല മാൾട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷയാണ്? തീർത്തും അറിയാത്ത ഒരു ചോദ്യമാണെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് നിങ്ങൾ ഇടുന്നതാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ആൻസർ ചെയ്യുക, തെറ്റിക്കോട്ടെ, പ്രശ്നമില്ല. പിന്നെ അടുത്തുള്ളതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാതിരിക്കുക. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആയിട്ടുള്ള ആൻസർ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. Okay, let us see what's our answer. അഹ്ലു ജസീറത്തു അഹ്ലു മാൾട്ട എന്നുള്ളതാണ്. അപ്പം ലോകത്തുൽ മാൾട്ടിയ അസറത്ത് അലൈഹ ലോകത്തുൽ അറബിയ ബിസബബ് ഫിത്രത്ത് തവീലത്തുല്ലദി ഹുകിമ ഫീഹൽ മുസ്ലിമൂന ജസീറത്തു മാൾട്ട. ഈ മാൾട്ട എന്ന് പറയുന്ന പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ മുസ്ലിമീങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ ഭാഷയാണ് അറബി ഭാഷ. അങ്ങനെ മാൾട്ടക്കാരുടെ ഭാഷയിൽ എന്തുണ്ട്? അറബി ഭാഷയോട് വല്ലാതെ സ്വാധീനം നടത്തിയിട്ടുണ്ട്. ഏകദേശം والذي استمرت منذ الفتح الإسلامي للجزيرة في القرن التاسع حتى طرد النهائي للمسلمين منها في القرن الثالث عشر. പിന്നെടുത്തിട്ട് അങ്ങനെ വെച്ചോട്ടോ എന്റെ മോൾക്ക്. ഇന്നലെ തിരുമ്പി നല്ലപോലെ വൃത്തിയാക്കിയ സാധനമാണ് നിസ്കാരപ്പായം. ഓക്കെ, അപ്പോ എല്ലാരും മൈക്ക് ഓഫ് ചെയ്യാട്ടോ. ഓക്കെ. അപ്പോ നമുക്ക് മനസ്സിലാകും എന്താണ് 9ാം നൂറ്റാണ്ട് മുതൽ ഏകദേശം 13ാം നൂറ്റാണ്ട് കാലഘട്ടം വരെ എന്താണ് നീണ്ടു നിന്നിരുന്ന ഒരു ഭരണമായിരുന്നു, ഇസ്ലാമിക ഭരണമായിരുന്നു ഈ മാൾട്ട എന്ന് പറയുന്ന പ്രദേശത്ത് ഉണ്ടായിരുന്നത്. خلال هذه الفترة تأثرت اللغة المالطية بشكل كبير باللغة العربية في مجالات مختلفة مثل اللغة والثقافة والمجتمع. ظهرت العديد من الكلمات والمصطلحات العربية في اللغة المالطية وأصبحت جزءا منها بشكل دائم. ഇതൊക്കെ നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഇനി മസാദിറു ഷിഅ്റുൽ ജാഹിലി നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പുസ്തകമാണ്. കിതാബുൻ അക്കാദമിയൻ ഷഹീറുൻ സാഹിബഹു. ഈ മസാദിറു ഷിഅ്റുൽ ജാഹിലി വഖീമത്തുഹു താരിഖിയ എന്ന ഒരു പുസ്തകമാണ്. ഇത് ആരുടെ പുസ്തകമാണ് എന്നുള്ളതാണ് ചോദ്യം.
അതെ, നമുക്കറിയാം മസാദുർ ഷിഅറുൽ ജാഹിലി വഖീമതുഹു താരിയ എന്ന് പറയുന്നവരാണ് അത്തക്തൂർ നാസറുദ്ദീൻ അൽ അസദിന്റെ പുസ്തകമാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊരു പുസ്തകമാണ് അത് താരിഖുൽ അദബുൽ അറബി. അത് കാറൽ ബ്രോക്കൽമാൻ എന്ന് പറയുന്ന ഒരു ഓറിയന്റലിസ്റ്റ് ചെയ്തിട്ടുള്ള, ജർമ്മൻ ഓറിയന്റലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് താരിഖുൽ അദബുൽ അറബി, കാറൽ ബ്രോക്കൽമാന്റെ. അതുപോലെ തന്നെ നഖ്ദു ഷിഅറു കിതാബ് നഖ്ദു കിതാബ് അഷ്ഇറുൽ ജാഹിലി, അതായത് ത്വാഉസൈന്റെ അഷ്ഇറുൽ ജാഹിലി എന്ന് പറയുന്ന ഗ്രന്ഥത്തിന് നഖ്ദ് രചിച്ച വ്യക്തിയാണ് ആര്? മുഹമ്മദ് ഫരീദ് വജദി. ആരാണ്? മുഹമ്മദ് ഫരീദ് വജദി എന്നുള്ളത്. ഓക്കെ, ഇതെല്ലാം മസാദർ ജാഹിലി കാലഘട്ടത്തിലെ മസാദറുകളായിട്ട് നമ്മൾ പരിഗണിക്കാറുണ്ട്. കാന അഗ്ലബു ഷിഅറു അറബിയൽ കദീം, പഴയ കാലഘട്ടത്തിലെ അറബി കവിതകൾ അധികവും കസസിയായിട്ടുള്ള കവിതകളായിരുന്നു, മൽഹമി ആയിരുന്നു, വിജ്ദാനി ആയിരുന്നു, തംസീലി ആയിരുന്നു. അറബി കവിതകളെ നമ്മള് 3 രൂപത്തിലാണ് നമ്മൾ തരംതിരിക്കാറുള്ളത്. എങ്ങനെയാണ്? ഷിറുൽ ഖിനാഇ അവിൽ വിജ്ദാനി, ഷിറുൽ ഖിസസി അവിൽ മൽഹമി, ഷിറുൽ തംസീലി അവിൽ മസ്റഹി. അപ്പൊ എങ്ങനെയായിരുന്നു അറബി കാലഘട്ടത്തിലെ അറബി കവിതകളും എന്നുള്ളതാണ് നമ്മളെ പലയാവർത്തി പറഞ്ഞൊരു കാര്യമാണ്. വജ്ദാനി വൈകാരിക കവിതകളായിരുന്നു. അവൽ വിജ്ദാനി വൈകാരിക കവിതകളായിരുന്നു. വൈകാരികതകൾക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള, കവികളുടെ ഫീലിങ്സുകളെ പറഞ്ഞ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിരുന്ന കവികളായിരുന്നു ജാഹിലിയ കാലഘട്ടം മുതലുള്ള പഴയ കാല കവിതകൾ എന്ന് പറയാം. എന്നാൽ കുറച്ചുകൂടി ഇപ്പം നമുക്കറിയാം മുഹ്തറം കവിയിൽ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഹുത്തയ അറിയപ്പെടുന്ന ഷാരുൽ ഖസസ് എന്നാണ്, അഥവാ കഥാകവി. ഓക്കെ, ഷാരുൽ ഖിസസി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഹുത്തയാണ്. അപ്പൊ അതോടുകൂടിയാണ് ഖിസസിൻ കവിതകൾ വരുന്നത്. മൽഹമി കവിതകൾ എന്നും പറയാറുണ്ട്. അന്തറയുടെ കവിതകളൊക്കെ മൽഹമിയ കവിതകൾ എന്നും നമ്മൾ പറയാറുണ്ട്. ഇനി മറ്റൊരു തരത്തിലുള്ള കവിതയാണ് ഷിറു തംസീൽ അവൽ ഷിറുൽ മസ്റഹി എന്ന് പറയാം. അപ്പോ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആരാണ്? റായിദ് ഷിറു തംസീലി ആരാണ്? അഹമ്മദ് ഷൗക്കിയാണ്. ഓക്കെ, അഹമ്മദ് ഷൗക്കി കഴിഞ്ഞ മറ്റൊരാളാരാണ്? അസീസ ബാല. യെസ്, അസീസ ബാലയാണ് പിന്നീട് അതിൽ പ്രശസ്തനാകുന്ന വ്യക്തി. ഇവർ രണ്ടുപേരാണ് നമ്മൾ സാധാരണയായിട്ട് ഷിറു തംസീലിക്ക് ആയിട്ട് പറയാറുള്ളത്. അഷ്ഇറുൽ അറബിൽ ഖദീം കാന അഗ്ലബഹു ഷിഅറൻ വിജ്ദാൻ, വൈകാരിക കവിതകളായിരുന്നു. കാരണം യുഅബ്ബിറു അനിൽ മശാറിൽ ഇൻസാനിയത്തിൽ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായിട്ടുള്ള മനുഷ്യന്റെ ഫീലിങ്സുകൾ അവിടെ പ്രകടിപ്പിക്കാറുണ്ട്. മിസ്ൽ ഹുബ്ബ് പ്രണയം, വൽ ഹുസ്ൻ ദുഃഖം, വൽ ഫർഹ് സന്തോഷം, വൽ ഖുൽബ് ദേഷ്യം, അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ വ്യത്യസ്ത വിഷയങ്ങളെ എന്ത് ചെയ്യാറുണ്ട്? ഈ പറയുന്ന വൈകാരിക കവിതകളായിട്ടുള്ള പഴയകാല കവിതകൾ ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ഇന്നൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ഇസ്തറക ഫി ഹാദിഹിൽ ഹർബത്തി ഖബ്ല അൽ ബഅസ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങളുടെ 15ാമത്തെ വയസ്സിൽ ബഅസത്തിന് മുമ്പ് അഥവാ നിബൂവത്തിന് ലഭിക്കുന്നതിന് മുമ്പ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ഹർബുൽ ഫജ്ജാർ, ഹർബുൽ ബിആസ്, ഹർബുൽ ദാഹിസ് വൽ ഖബറ, ഹർബുൽ ബസൂസ്. നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഒരു യുദ്ധമാണ്. യുദ്ധത്തിനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇതിലുള്ളത്. നിങ്ങൾ പറയുന്നത് പോലെ ഹർബുൽ ഫജ്ജാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തങ്ങളുടെ 15ാമത്തെ വയസ്സിലാണ് ചെയ്യുന്നത് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് ആരൊക്കെ തമ്മിലായിരുന്നു ഇത് നടന്നത്? ഹർബുൽ ഫിജാർ എന്നല്ല പൊതുവെ പറയാ. ഹർബുൽ ഫിജാർ. ആരൊക്കെ തമ്മിലാണ് ഇത് നടന്നത്? ഖുറൈശ് കിനാന ഗോത്രങ്ങൾ. ഖുറൈശികളും കിനാനകളെക്കാളും തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധമാണ് ഹർബുൽ ഫിജാർ എന്നുള്ളത്. ജംഹറത്തു അഷ്ആറുൽ അറബ് ആരുടെ പുസ്തകമാണ്? അബൂ സഈദ് അൽ ഖുർഷി, ഇബ്ൻ അൽ മുഅത്തസ്, മുഹമ്മദ് ബിൻ സലാം അൽ ജംഹി, ഇബ്ൻ ഖുതൈബ. കണ്ടോ, 2015 ജൂൺ, 2015 ഡിസംബർ, 2024 ജാനുവരിയിലൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അബൂ സഈദ് അൽ ഖുർഷിയുടെ പുസ്തകമാണ് ജംഹറത്തു അഷ്ആറുൽ അറബ് എന്നുള്ള പുസ്തകം. അൽ ലുഗത്തു സാമിയത്തു ഷർക്കിയ. ഓക്കെ, സാമിയത്തു ഷർക്കിയയിൽ പെടാത്ത സെമറ്റിക് പദമേത, അതായത് സെമറ്റിക് ഭാഷകൾ നമ്മൾ സാമിയത്തു ഷർക്കിയ എന്നും നമ്മൾ മറ്റൊരു രൂപത്തിൽ പറയാറുണ്ട്. അതില് ലുഗാത്തു സാമിയ ഷർക്കിയയിൽ പെടാത്ത ലുഗ ഏതെന്നുള്ളതാണ്. അറബിയയാണോ, അക്കാദിയയാണോ, ബാബിലിയാണോ, ആശൂരിയാണോ? അറബി ഭാഷയാണ്, നമുക്കത് പറയാം. അതായത്
നമുക്ക് പ്രധാനമായിട്ട് സാമ്യത്ത് ഷിമാലിയ എന്നും സാമ്യത്ത് ജനൂബിയ എന്നും പ്രധാനമായി പറയാറുണ്ട്. ഈ പറയുന്ന ഷമാലി ഭാഷയിൽ പെടുന്നതാണ് എന്ത്? അബരിയ, അറാമിയ, അഫീനീക്കിയ, അംഹരിയ തുടങ്ങിയിട്ടുള്ള ഭാഷകൾ. എന്നാൽ ജനൂബ് തെക്കൻ പ്രദേശത്തുള്ള ഭാഷകളാണ് എന്ത്? ഈ പറയുന്ന അറബി, അംസാസിയ അഥവാ ബർബരിയ, ജയൂബത്തിയ, സൂമാലിയ തുടങ്ങിയിട്ടുള്ള ഭാഷകൾ. അഥവാ എന്താണ്? ഷിമാല അഥവാ ഷർക്കാണ്. ഇത് ജനൂബൻ ഭാഷകളാണ്. ഈ അറബി ഭാഷയൊക്കെ എന്താണ്? തെക്കൻ സെമറ്റിക് ഭാഷകളാണ്. തെക്കൻ സെമറ്റിക് ഭാഷ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഭാഷകളാണ്. ഷിമാല് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഷർക്ക് ഭാഗത്തുള്ള ഭാഷകളാണ് ഇത് അബറാനി, അബരിയ ഭാഷ, അറാമിയ ഭാഷ, ഫീനിക്കിയ ഭാഷ, അംഹരിയ ഭാഷ. ഓക്കെ, ക്ലിയർ അല്ലേ? സംജാ? ഓക്കെ സർ. اللغة السامية الشرقية تشتمل فرع من عائلات اللغات السامية يتميز بانتشارها في منطقة الشرق الأوسط وجنوب غرب آسيا. ഈ സാമ്യത ഷർക്കിയ എന്ന് പറയാൻ കാരണം ഇത് മിഡിൽ ഈസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സാമ്യത്ത് ഷർക്കിയ ഉണ്ട്, അഥവാ അവിടുത്തെ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറൻ ഏഷ്യൻ ഭാഗത്തും എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന സാമ്യത്തു ഷർക്കിയ ഉപയോഗിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് എന്ത് ചെയ്യുന്നുണ്ട്? 3 രൂപത്തിൽ പിന്നീട് ഡിവൈഡ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അംഹരിയ ഭാഷ എന്ന് ഡിവൈഡ് ആകാറുണ്ട്. അത് എത്യോപ്യൻ ഭാഷയാണ് ഈ പറയുന്ന അംഹരിയ ഭാഷ എന്ന് പറയുന്നത്. മറ്റൊന്ന് അസാമിയ അൽ ജനൂബിയത്ത് ഷർക്കിയുണ്ട്. അത് പ്രത്യേകിച്ചും ഇറാഖിലും ഇറാൻ എന്ന് പറയുന്ന 2 പ്രദേശങ്ങളിൽ സംസാരിക്കുന്ന ഒരു ഭാഷയാണ് എന്ത്? അൽ ജനൂബിയത്ത് ഷർക്കിയ എന്ന് പറയുന്ന ഒരു കുടുംബം. ഇനി അഷിമാലിയത്ത് ഷർക്കിയുണ്ട്. അതിന്റെ അകത്ത് നിന്നുണ്ട് ഈ ബാക്കിയുള്ള ഹാദൽ ഫർദു يتضمن اللغات التي كانت تنتمي الى لغات المستخدمه في معظم القرن الاخير من الفتره. അതായത് ഈ ഇക്കാലഘട്ടത്തിൽ ഇതല്ലാത്ത പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന എന്താണ് ഒരു പ്രദേശമാണ് ഷിമാലിയത്ത് ഷർക്കിയ എന്നുള്ളത്. അങ്ങനെ പല പല കാറ്റഗറൈസേഷൻ നമുക്ക് എന്ത് ചെയ്യാറുണ്ട്? ഈ സെമറ്റിക് ഭാഷകളിൽ നമുക്ക് കാണാൻ കഴിയും. പല പല കാറ്റഗറൈസേഷൻ ഉണ്ടെന്നുള്ളതാണ്. ലുഗ എന്ന് പറയുന്നത് വളരെ ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഒരു വിജ്ഞാന മേഖല തന്നെയാണ് ഇൽമുൽ ലുഗ എന്ന് പറയുന്നത്. മാഹിയ തസ്രീഹാത്തു സ്വഹീഹ അനി ലുഗാത്തി സാമിയ. സെമറ്റിക് ഭാഷകളുമായി ബന്ധപ്പെട്ട് യോജിക്കാത്ത സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കാം. അസാമിയ ഹിയ ലുഗത്തുൻ തത്തബിഉ ലായിലാത്തു ഷിമാലിയത്തു ഷർക്കിയ ലുഗാത്തുൽ ആഫ്രോ ഏഷ്യ. ആഫ്രോ ഏഷ്യൻ ഭാഷാ കുടുംബത്തിലെ ഷിമാലിയത്തു ഷർക്കിയ എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടതാണ് സെമറ്റിക് ഭാഷ എന്ന് പറയുന്നത്. അൽ അറബിയ ഹിയ അക്ബർ ലുഗാത്തു സാമിയ ഫി ഇദ്ദത്തുൽ അദദുൽ മുതഹദ്ദിസിൻ. ഇനി സെമറ്റിക് ഭാഷകളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ സംസാരിക്കുന്ന സെമറ്റിക് ഭാഷയാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും അതേപോലെ തന്നെ വടക്കേ ആഫ്രിക്കയിലും എന്ത് ചെയ്യുന്നുണ്ട്? സെമറ്റിക് ഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാർ കേന്ദ്രീകരിക്കുന്നുണ്ട്. അൽ അറബിയ ഹിയ ലുഗത്തു മിന ലുഗാത്തി സാമിയത്തുൽ ഗർബിയ അൽ ജുനൂബിയ. തെക്ക് പടിഞ്ഞാറൻ സെമറ്റിക് ഭാഷാ കുടുംബത്തിൽപ്പെട്ടതാണ് അറബി ഭാഷ എന്ന് പറയുന്നത്. ഇതില് 1ഉം 2ഉം 4ഉം ശരിയാണ്. അതല്ല 1ഉം 3ഉം ശരിയാണ്. 1, 2, 3 ശരിയാണ്. ഇതെല്ലാം ശരിയാണ്. എത്തിക്കോട്ടെ, നോ ഇഷ്യൂ. ഓക്കെ, ഏതാണ്? എല്ലാം ശരിയാണ് കേട്ടോ. നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കേണ്ട. ഈ പറയപ്പെട്ട കൺസെപ്റ്റ് എല്ലാം ശരിയാണ്. അപ്പൊ ഇതങ്ങനെ പഠിച്ചാൽ മതി. ഇതെല്ലാം അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. നമ്മളിപ്പോ ഇവിടെ ചർച്ച ചെയ്ത് വന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമുക്ക് അറിഞ്ഞു പോകണമെന്നുണ്ടാവൂല. ഓക്കെ, എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ടല്ല നമ്മളിവിടെ ഇരിക്കണം. നമ്മൾ പല കാര്യങ്ങളും ആദ്യമായി കേൾക്കുന്നതാണ്. നല്ല ബോധ്യം എനിക്കുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യാ? അതെല്ലാം പുതിയ പുതിയ കാര്യങ്ങളായിട്ട് നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്ത് പോവുക എന്നുള്ളതാണ്.
ഇനി ആസിമത്തി മംലക്കത്തിൽ മുനാദിറ ജാഹിലിയ കാലഘട്ടത്തിൽ മുനാദിറ എന്ന് പറയുന്ന എന്താണ് കുടുംബത്തിന്റെ രാജവംശത്തിന്റെ ഒരു ആസിമത്ത് എവിടെയായിരുന്നു എന്നുള്ളതാണ്. എവിടെയായിരുന്നു? നമുക്കറിയാം ഹീറയിലായിരുന്നു എന്നുള്ളതാണ്. ഇനി ലൈസമിൻ മംലക്കാത്തു ഷിബഹു ജസീറത്തുൽ അറബിയ ഫിൽ അസ്റുൽ ജാഹിലിയ കാലഘട്ടത്തിലുള്ള മംലുക്കുകൾ പെടാത്തത് ഏതാണ്? മംലക്കത്തുൽ അദാറസ, മംലക്കത്തുൽ ഹീറ, മംലക്കത്തുൽ ഹിംയർ, മംലക്കത്തുൽ ഖസാസന. നമുക്കറിയാം മംലക്കത്തുൽ അദാറസയാണ്. മംലക്കത്തുൽ അദാറസ ഏത് കാലഘട്ടത്തിലാണ് മംലക്കത്തുൽ അദാറസ നിലവിൽ വരുന്നത്? നമ്മൾ മുമ്പ് PSCയുടെ കോച്ചിങ്ങിൽ നമ്മളിത് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മംലക്കത്തുൽ അദാറസ എന്നുള്ളത്. നമ്മുടെ പല ക്ലാസ്സുകളിലും നമ്മൾ മംലക്കത്തുൽ അദാറസയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഈ മംലക്കത്തുൽ അദാറസ എന്ന് പറയുന്നത് 788 മുതൽ 974 വരെ ഈ പറയുന്ന മൊറോക്കയിൽ ഇന്നത്തെ മൊറോക്ക കേന്ദ്രീകരിച്ച് കൊണ്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ നിന്നിരുന്ന ഒരു പ്രത്യേക ഭരണകൂടമായിരുന്നു മംലക്കത്തുൽ അദാറസ. നമുക്കറിയാം പണ്ട് പല രാജവംശങ്ങളായിട്ട് നമുക്കറിയാം. നമ്മൾക്ക് ഇപ്പം തിരുവിതാംകൂർ രാജവംശം, കൊച്ചിൻ രാജവംശം, അതുപോലെ തന്നെ മദ്രാസ് രാജവംശം, അതുപോലെ തന്നെ മലബാർ, അങ്ങനെയൊക്കെ പറഞ്ഞ പല രാജവംശങ്ങളും രാജകുടുംബങ്ങളും അതുപോലെ തന്നെ പല തരത്തിലുണ്ടായിരുന്നു. ഇപ്പം അറക്കൽ രാജവംശം അങ്ങനെ പറഞ്ഞിട്ട്. ഇപ്പൊ പണ്ട് ഈ പറയുന്ന അദാറസ എന്ന് പറയുന്ന പേരിൽ എന്തുണ്ട് രാജവംശം ഉണ്ടാവുകയും അവരെന്ത് ചെയ്തിരുന്നു? ഈ പറയുന്ന അൾജീരിയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു, ഇന്നത്തെ അൾജീരിയയും മൊറോക്കോയൊക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടായിരുന്നു അവർ വർക്ക് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അവരവിടെ ഇതിരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇദ്രീസ് അൽ അവൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എന്ത് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് ഇൻഷാ അല്ലാഹ് ഇതിന്റെ കുറച്ചുകൂടി കൂടിയ വിഷയങ്ങൾ നമുക്ക് പിന്നീട് നമ്മുടെ ക്ലാസ്സുകൾ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ഇപ്പോ മംലക്കത്തുൽ മുനാദറ എന്ന് പറയുന്നത് ഹീറയിലാണ്. പ്രധാനപ്പെട്ട ഒരു ഗോത്രം യമനിലെ ലഹ്മ് ഗോത്രമാണ്. മുന്ദർ ബിൻ മാഇസമ, അംർ ബിൻ ഹിന്ദ്, നുഅ്മാൻ ബിൻ മുന്ദർ തുടങ്ങിയിട്ടുള്ള പ്രമുഖരായിട്ടുള്ള അവിടുത്തെ രാജാക്കന്മാരായിരുന്നു. അസാസിനാക്കൾ എന്ന് പറയുന്നത് ഹീറാൻ, ഇന്നത്തെ സിറിയയിലെ തെക്ക് ഭാഗത്താണ് ഹീറാൻ എന്ന് പറയുന്ന നഗരത്തിലാണ് ആരുള്ളത്? അസാസിനാക്കൾ ഉള്ളത്. ജഫ്ന ബിൻ അംർ എന്ന് പറയുന്ന ഒരു രാജാവായിരുന്നു, പ്രമുഖനായിട്ടുള്ള ഒരു നേതാവ്. അതുപോലെ അവരുടെ ഒരു ഗോത്രമാണ് അസ്ദ് ഗോത്രം എന്ന് പറയുന്നത്. ഇനി കിന്ദ എന്ന് പറയുന്നത് നമുക്കറിയാം യമന് ഗോത്രമാണ്. ആദ്യത്തെ രാജാവ് എന്ന് പറയുന്നത് ഹജർ ബിൻ അംറാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ആഖിലുൽ മറാർ എന്നുള്ളത്. ഇപ്പോ ഇംറുൽ ഖൈസിന്റെ ജദ്ദിന് ആഖിലുൽ മറാർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ജാഹിലിയ കാലഘട്ടത്തിൽ ഏകദേശം 19ഓളം ആൾക്കാർക്ക് ഈ ആഖിലുൽ മറാർ എന്ന പേരിൽ അപരനാമങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഷൗക്കി ദൈഫ് അഭിപ്രായപ്പെടുന്നുണ്ട്. പിന്നെ ഹിമ്യർ രാജവംശം എന്ന് പറയുന്നത് വളരെ പ്രമുഖമായിട്ടുള്ള ഒരു രാജവംശമാണ്. മാലിസാന ഹിമ്യറ ബിലിസാനിന വലാ ലുഗത്തിഹിം ബിലുഗത്തിന എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആ കോട്ട് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. മാലിസാന ഹിമ്യറ ബിലുഗത്തിന വലാ അറബിയത്തിഹിം ബി അറബിയത്തിന എന്ന് പറയുന്ന ഒരു കോട്ടുണ്ട്. അതാര് പറഞ്ഞെന്നറിയോ? അങ്ങനെ കേട്ടോ, ഇപ്പൊ രണ്ടാമത് പറഞ്ഞതാ. മാലിസാന ഹിമ്യറ ബിലുഗത്തിന വലാ അറബിയത്തുഹും ബി അറബിയത്തിന എന്ന് പറയുന്നത്. അതായത് ഹിമ്യറുകാരുടെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഭാഷയല്ല, നമ്മുടെ അറബി ഭാഷ അവരുടെ ഭാഷയല്ല എന്ന് അറബി ഭാഷയോട് പ്രത്യേക താല്പര്യം കൊണ്ട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ബെസ്റ്റ് അബു അംർ ബിൻ അല എന്ന് പറയുന്ന പ്രമുഖനായിട്ടുള്ള ഒരു ഭാഷാ പണ്ഡിതന്റെ അബു അംർ ബിൻ അല മഅരി അല്ല അബു അംർ ബിൻ അല എന്ന് പറയുന്ന വ്യക്തിയാണ്. മഅരി അല്ല കേട്ടോ, മഅരി അല്ല. അപ്പം അത് ഹിമ്യറിനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. ഇതിനെ മംലക്കത്തു സബ രാജവംശം എന്നും ഹിമ്യർ രാജവംശത്തെ കുറിച്ച് പറയാറുണ്ട്. ലിഫാർ യരീം എന്ന് പറയുന്ന പ്രദേശത്ത് 110 കബിലൽ ഹിജറയിലാണ് അത്
110 കബുലൽ മീൽ അഥവാ ക്രിസ്തുവിനും 110 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ പഴക്കം ചെന്നിട്ടുള്ള അറേബ്യയിലുള്ള ഒരു രാജവംശമാണ് ഹിമ്യർ രാജവംശം എന്ന് പറയുന്നത്. 525 കൂടി അത് അവസാനിക്കുകയാണ്. ദുനുവാസ് എന്ന പേരിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഹിമ്യർ രാജവംശം അവസാനിക്കുന്നത്. നമ്മുടെ അബൂനിവാസ് ഇല്ലേ, നമുക്കറിയാം അബൂനിവാസ് ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ളവരാണ്? അബ്ബാസി കാലഘട്ടത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരു കവിയാണ് ഈ അബൂനിവാസ്. അബൂനിവാസിനെ ഈ പേര് വെച്ചതുമായി ബന്ധപ്പെട്ട് ഹസൻ സയ്യാത്ത് കുറെ വിശദീകരണം നൽകുന്നുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഈ ദാ നവാസ് എന്ന പേരിലേക്ക് എന്താണ് അത്രയും വളരെ പ്രമുഖനായിട്ടുള്ള ഒരു ധീരനായിട്ടുള്ള യോദ്ധാവാണ് ഈ ദാ നവാസ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു മഹത്വം നിലനിർത്താനാണ് ഇദ്ദേഹത്തിന് അബൂ നവാസ് എന്ന പേര് വെച്ചതെന്നൊക്കെ ചരിത്രത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ അതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഇനി ജമാഅൽ മുഫല്ലൽ അൽ മുഫല്ലലിയാത്ത് ലിൽ ഖലീഫ, ഏത് ആർക്ക് വേണ്ടിയിട്ടാണ് മുഫല്ലലിയാത്ത് മുഫല്ലൽ ലബിയെ ക്രോഡീകരിക്കുന്നത്? അതായത് മുഫല്ലല് തന്റെ തന്റെ മുഫല്ലലിയാത്ത് കവിതാ സമാഹാരം ഉണ്ടാക്കുന്ന ഒരു കാരണം ഉണ്ടായിരുന്നു. അതായത് ഇബ്രാഹിം ബിൻ അബ്ദുല്ലാഹിബിൻ ഹസൻ ബിൻ അൽ ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഖലീഫയായിരുന്ന അബൂ ജാഫർ മൻസൂറിന് വിരുദ്ധമായി കൊണ്ട് കലാപം നടത്തി ഒളിവിൽ പോയി. അപ്പോ ഈ സമയത്ത് ഈ ഒളിവിൽ ഇരിക്കുന്ന ആരുടെ വീട്ടിലാണെന്നറിയാം? മുഫല്ലൽ ബിൻ ലബിയുടെ വീട്ടിലാണ് ആര് ഇരിക്കുന്നത്? ഇബ്രാഹിം ബിൻ അബ്ദുല്ലാഹിബിൻ ഹസൻ ബിൻ ഹുസൈൻ ബിൻ അലി എന്ന് പറയുന്ന വ്യക്തി. ആ സമയത്ത് ഈ മുഫല്ലൽ ലബി ഇങ്ങനെ അദ്ദേഹം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് പുറത്തോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓരോ ദിവസങ്ങൾ ഇങ്ങനെ പുറത്തോട്ട് പോകുന്ന കാണാൻ പറ്റും. അപ്പോ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് മുഫല്ലൽ ലബീനോട് ഇദ്ദേഹം പറയാണ്, നീ പോകുമ്പോ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തോന്നുന്നത്, അതുകൊണ്ട് എന്ത് ചെയ്യാ, വായിക്കാൻ വേണ്ടി കുറച്ച് പുസ്തകങ്ങൾ എനിക്ക് തരാൻ പറയും. ഇപ്പൊ മുഫല്ലൽ ബിൻ ലബി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് കുറച്ച് കഥാപുസ്തകങ്ങളും അതേപോലെ തന്നെ കുറച്ച് കഥാപുസ്തകങ്ങളും കാവ്യ പുസ്തകങ്ങളൊക്കെ കൊടുത്തിട്ട് ആള് പുറത്തോട്ട് പോയി. അപ്പൊ ഇദ്ദേഹം തിരിച്ചു വന്ന സമയത്ത് ഈ മുഫല്ലൽ ലബി തിരിച്ചു വരുന്ന സമയത്ത് ഇബ്രാഹിം എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് കവിതകള് അടയാളപ്പെടുത്തിയിട്ട് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, മുഫല്ലൽ ലബി എന്ത് ചെയ്യുന്നുണ്ട്, അത് തിരിച്ചറിഞ്ഞ സമയത്ത് ഏകദേശം 70ഓളം കവിതകൾക്ക് പ്രത്യേക അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ മുഫല്ലൽ ലബി ഇദ്ദേഹം ഇബ്രാഹിം രേഖപ്പെടുത്തിയ 70 കവിതകളും ബാക്കി ഒരു 10 കവിതകളും കൂടി ചേർത്ത് കൊണ്ട് ഇദ്ദേഹം 80 കവിതകളെ വളരെ അജൂബിയതായിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള പഴയകാല കവിതകൾ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം ഒരുമിച്ച് കൊണ്ടുവരാണ്. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, മൻസൂർ രാജാവിന്റെ കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട ഇബ്രാഹിമിനെയും അതേപോലെ തന്നെ മുഫല്ലൽ ലബിയെയും എന്ത് ചെയ്യുന്നുണ്ട്, പിടികൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മുഫല്ലൽ ലബി എന്ത് ചെയ്യുന്നുണ്ട്, മുഫല്ലൽ ലബിയെ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇമാം മഹദിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമാം മഹദിക്ക് അല്ലെങ്കിൽ ഖലീഫയായിരുന്ന മഹദി രാജാവിന് എന്ത് ചെയ്യുന്നുണ്ട്, പാടി കൊടുക്കുന്നുണ്ട്. ആര്? മുഫല്ലൽ ലബി പാടി അവതരിപ്പിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആയോ? പിന്നീട് അസ്മായിയുടെ ഗ്രന്ഥം വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഇവയൊക്കെ അസ്മായി അത് അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നതാണ്. ലൈസ മിൻ മസാദിർ ഷിഅറുൽ ജാഹിലിയ കാലഘട്ടത്തിലെ സോഴ്സുകളിൽ പെടാത്തത് ഏതാണ്? അൽ കാമിൽ ലിൽ മുവദ്ദിദ്, കിതാബുൽ അഗാനി ലി അബിൽ ഫർജ് അൽ ഇസ്ഫഹാനി, അൽ മുഫല്ലലിയാത്ത് ലിൽ മുഫല്ലൽ ലബി, അൽ മുസ്തദരിക്. മുസ്തദരിക് ആരുടെ ഗ്രന്ഥാണ്, അറിയോ? അഹ്ഫഷാണോ? അത് മുത്തദാറക്കല്ല, അത് ബഹറല്ല, ഇത് മുസ്തദരിക് എന്ന ഗ്രന്ഥല്ലേ. മുസ്തദരിക് അലാ സ്വഹീഹൈനി ഖലീൽ ഇബ്നു അഹ്മദ അല്ല, അബു അബ്ദുള്ള ഹാക്കിം അൻ-നിസാപൂരി.
ഇമാം നൈസാബൂരിയുടെ പുസ്തകമാണ് എന്നത് ഈ പറയുന്ന കിതാബുൽ മുസ്തദരിക് എന്നുള്ള. നമ്മുടെ ഈ സിയാസിത്തെയൊക്കെ പഠിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. കാമില് മുബറദല്ലേ? കാമില് മുബിരിദിന്റെ. ഓക്കെ. അറബി ജുനൂബ് ഷിബഹ് ജസീറത്തുൽ അറബിയ, തെക്കൻ അറബ് പ്രദേശത്തുള്ള ആരാണെന്നുള്ള കഷ്ടാനികളാണോ, അദ്നാനികളാണോ, ഹിജാസികളാണോ, ഉള്ളറുകാരാണോ? ഓക്കെ, ഇപ്പൊ നമുക്കറിയാം കഹ്താനികൾ എന്താണ്? യമനുകാരാണ്. അദ്നാനികൾ എന്ന് വെച്ചാൽ ഹിജാസികളാണ്. ഓക്കെ, ഇപ്പൊ ജുനൂബുകാർ എന്ന് പറഞ്ഞാൽ ഏതാണ്? കഹ്താനികളാണ്. കഹ്താനികൾ നമ്മൾ എന്താ പറയാ? ജുനൂബുകൾ എന്നാ പറയാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ വേണ്ടി ഞാനൊരു കോഡ് പറയട്ടെ. ഓക്കെ, എന്റെ പേരെന്താ? അജു ഷാഹിദ്. ഇതിന്റെ അകത്ത് എന്നെ സ്നേഹമുള്ള ആൾക്കാര് എന്നെ നല്ല ദേശം എന്ത് വിളിക്കും? അജു എന്ന് വിളിക്കും. ഞാൻ കേട്ടില്ലെങ്കിൽ എന്ത് വിളിക്കാം? കുജു എന്ന് വിളിച്ചൂടെ? കുജു എന്ന് വിളിച്ചൂടെ? നിങ്ങൾ ആ കുജു എന്ന് കണക്ട് ചെയ്തേ. ജനൂബാണ് എന്ത്? കഹത്താനുകള്. ഓക്കെ, സെറ്റായോ? കഹ്താനികള് ജനൂബാണ്. ഓക്കെ, പിന്നെ എന്റെ പേരെന്താ പറഞ്ഞേ? അജു ഷാഹിദ് എന്നല്ലേ? അജു ഷാഹിദ് എന്നല്ലേ? അതില് അലിഫിനെ നമുക്ക് അയിനാക്കാം. അതിന്റെ ആദ്യത്തെ രണ്ടക്ഷരം എടുത്തേ, അയിനും ഷീനും. അപ്പം അജു, അറബ്, ഷിമാല്, അദ്നാന്, ഷിമാല്. കിട്ടിയോ? കിട്ടിയോ? അജു കുജു ആയാല് കഹ്താനികളും ജുനൂബുകളും ആവും. അജൂഷായത് ആയിരുന്നതിനാൽ എന്താണ്? ഷിമാലും അദ്നാനും നടക്കും. അപ്പം കത്തിയാവും. ഇനി മറക്കൂലല്ലോ നിങ്ങൾ ഈ കോഡ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. അജു കുജു ആയാല് അവരെന്താ? കഹത്താനികളും ജുനൂബുകാരും ഉണ്ടാവും. പക്ഷെ അജൂഷായതായിരുന്നു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അദ്നാനികളും ഷിമാലുകാരും ഉണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, അതങ്ങനെ കോഡായിട്ട് തന്നെ ഇരിക്കട്ടെ. അശ്ശിഅ്റു ദീവാനുൽ അവർ ഖൗലുൻ മഅ്സൂറുൻ യൻസബു ഇല. ദീവാനുൽ അറബ്, അശ്ശിഅ്റു ദീവാനുൽ അറബ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അത് ആര് പറഞ്ഞതാണ്? അതായത് അറബിക് കവി, അതായത് അറബികളെ പറ്റി ചരിത്രമായിട്ട് നമുക്ക് കവിതകൾ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഗ്രന്ഥങ്ങളൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അറബികളുടെ രജിസ്ട്രി ആണെന്ത്? അറബി കവിത എന്ന് പറഞ്ഞത്. ഇത് പറഞ്ഞത് ആരാണ്? ഹമ്മാദ് റാബിയാണോ, അസ്മഇയാണോ, അബു അംറുബിനാണോ, അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് ആണ്? വെരി ഗുഡ്. ആരാണ്? അബ്ദുല്ലാഹ് ബിൻ അബ്ബാസിന്റെ കൗട്ടാണ്. യുഖാൽ ഇന്നൽ മുഅല്ലഖാതു കസാഇദുൻ ജാഹിലിയ ഇഖ്താർ ഹാ അൻനുക്കാദുൽ അറബ് ഫി സൂഖ്. ഏത് സൂക്കിലാണ്? സൂക്ക് ഉക്കാദിലായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഷുഅറാഉൽ യമനി സലാസ. യമനിന്റെ കവികൾ 3 പേരാണ്. ദേശ്, ഹസ്സാൻ ബിൻ സാബിത്, വഅബു നിവാസ്. ആരൊക്കെയാണ് ആ 3 യമൻ കവികൾ? നമുക്കറിയാം ആരാണ്? ഇംറുൽ ഖൈസ് ആണ്. ഷാഇറുൽ യമൻ ഇംറുൽ ഖൈസ്. മാഹിയ തസ്രീഹാത്തുൻ സഹീഹത്തുൽ ഖാത്ത് യാനി ഷിറുൽ ജാഹിലി. ജാഹിലിയ കവിതകളുമായി ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ തെറ്റായ സ്റ്റെപ്പിന്റേതാണ്. അൽ മുഅല്ലഖാത്തു അഷ്ഹറുൽ ഖസായിദുൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ ഏറ്റവും പ്രശസ്തമായ കവിതകൾ മുഅല്ലഖ കവിതകളാണ്. ബദഅത് തദ്ബീർ ഷിറുൽ ജാഹിലി ഖബ്ല ളുഹൂദിൽ ഇസ്ലാമി നഫ്സഹു. എന്താണ്? കവികൾ ഇസ്ലാമിന് കാലഘട്ടത്തിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? അത് സ്വന്തമായി ക്രോഡീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വാമൊഴിയായിരുന്നു കാലഘട്ടത്തിലെ കവിതകൾ എന്ന് പറയുന്നത്. ഇനി അറബുകാർ അവിടെ നടന്നിട്ടുള്ള, അഥവാ അറേബ്യൻ നാടുകളിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളും അതേപോലെ തന്നെ അവിടെ എന്താണ് മരുഭൂമിയിലുള്ള ജീവിതങ്ങളും എന്തായിരുന്നു? ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ വളർച്ചയ്ക്ക്
പ്രാധാന്യം നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിന്റെ അകത്ത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. നമുക്കറിയാം ഷിറുൽ ജാഹിലി എന്ത് ചെയ്യുന്നില്ല, ക്രോഡീകരിക്കപ്പെടുന്നില്ല. എന്നാൽ അബ്ബാസിയ കാലഘട്ടത്തിലേക്ക് എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഇത് ക്രോഡീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. അൽ മുഅല്ലഖാത്തു അഷ്ഹറു മജ്മുഅത്തു ഷിറുൽ ജാഹിലി തമ്മ ജംഅഹ. ഇനി ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, മുഅല്ലഖാത്ത് എന്ന് പറയുന്നത് അഷ്ഹറു മജ്മുഅത്തു ഷിറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രശസ്ത കവിതകളാണ്. അത് ഏത് കാലഘട്ടത്തിലാണ് അത് ക്രോഡീകരിക്കപ്പെടുന്നത്? ജാഹിലിയ കാലഘട്ടത്തിലാണോ, ഇസ്ലാമിയ കാലഘട്ടത്തിലാണോ, അമവി കാലഘട്ടത്തിലാണോ, അതല്ല അബ്ബാസിയ കാലഘട്ടത്തിലാണോ? ഏത് കാലഘട്ടത്തിന്റെ ഉച്ചസ്ഥായിലാണ് ആ മുഅല്ലഖ കവിതകൾ അത് ക്രോഡീകരിക്കപ്പെടുന്നത്? ഓക്കെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇസ്ലാമിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെട്ട അബ്ബാസിയ കാലഘട്ടത്തിലായിരുന്നു. ആദ്യമായിട്ട് അത് ക്രോഡീകരിക്കുന്നവരാണ് അബുൽ ഖാസിം ഹമ്മാദുർ റാവിയ ആയിരുന്നു. അദ്ദേഹത്തെ അറിയപ്പെടുന്നത് റാവി എന്ന ലഖബിലായിരുന്നു. അദ്ദേഹം മുഅല്ലഖ കവിതകൾ 7 നീണ്ട കാവ്യങ്ങളെ അദ്ദേഹം ഒരുമിച്ച് കൊടുക്കുകയും വസമ്മുഹാ ബിൽ മുഅല്ലഖാത്ത്, അതിനെ അദ്ദേഹം മുഅല്ലഖ എന്ന പേര് വെക്കുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം. നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഷുറായിൽ ബിലാത്തിൽ പെടാം, അഥവാ കൊട്ടാര കവികളിൽ പെടാത്ത വ്യക്തി ആരാണ്? നാബിയത്ത് ദുബിയാനിയാണോ, ഉബൈദ് ബിൻ അൽ അബ്റസ് ആണോ, അൻതറയാണോ, മുത്തലമ്മിസ് ആണോ? ഓക്കെ, നമുക്കറിയാം ആരാണ് അൻതറത്ത് ബിൻ ഷദ്ദാദ്. അൻതറ ഖുർറയ അൻത ഹുർ, നീ സ്വതന്ത്രനായ നിലയിൽ യുദ്ധം ചെയ്യ് അൻതറ എന്ന് പറയപ്പെട്ട അത്രയേറെ എന്താണ് ധീരനായ ഒരു കവിയാണ് അൻതറത്ത് ബിൻ ഷദ്ദാദ്. അദ്ദേഹം ഒരു കൊട്ടാര കവിയല്ല. ഉബൈദ് ബിൻ അൽ അബ്റസ്, തൊറഫ, നാബിയ, ആയിഷ, അബൂ ദാവൂദ് അൽ-അയ്യാദി, മുറക്കിഷുൽ അക്ബർ, അൽ ഹുത്തയ തുടങ്ങിയിട്ടുള്ളവരാണെന്ത് കൊട്ടാര കവികളിൽ നമ്മൾ പറയാറുള്ളത്. ഇപ്പം ഉബൈദ് ബിൻ അൽ അബ്റസിന്റെ വിഷയം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മുൻദിർ ബിൻ സമാഇന്റെ എന്താണ് കൊട്ടാര കവിയായിരുന്നു. എന്നാൽ തൊറഫ അംർ ബിൻ ഹിന്ദ് രാജാവിന്റെ കാലഘട്ടത്തിലെ കൊട്ടാര കവിയായിരുന്നു. എന്നാൽ നാബിയ ആയിക്കോട്ടെ മുൻദിർ ബിൻ സമാഇന്റെയും മുൻദിർ ബിൻ മുൻദിറിന്റെയും അബുൽ ഖാസിം ഉമാൻ ബിൻ മുൻദിറിന്റെയും ഒക്കെ കൊട്ടാരത്തിലെ കവിയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ആയിഷ ആയിക്കോട്ടെ ഹീറ രാജാക്കന്മാരുടെ കൊട്ടാര കവിയായിരുന്നു ആയിഷ. ഇനി അബൂ ദാവൂദ് അൽ-അയ്യാദി എന്ത് ചെയ്യുന്നുണ്ട്, മുൻദിർ ബിൻ ഇസമാഇന്റെ കൊട്ടാര കവിയായിരുന്നു. എന്നാൽ മുറക്കിഷുൽ അക്ബർ ഹാരിസ് ബിൻ അബി ഷിമ്മർ അൽ-ഗസ്സാനിയുടെ എഴുത്തുകാരനായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതുപോലെ ഹുത്തയ്ക്കും എന്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഒരുപാട് സുൽത്താനിയത്തൊക്കെ ലഭിച്ചിരുന്ന ഒരു കവിയായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ് എന്ന് വിചാരിക്കണം. മറ്റൊരു വളരെ വളരെ എന്താണ് രസകരമായിട്ടുള്ള നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് വരാണ്. അറബികളിലെ പ്രശസ്തമായിട്ടുള്ള ഇതിൽ ശരിയായ കോട്ട് തിരഞ്ഞെടുക്കുക. അഷ്അറുൽ അറബി ഇംറുൽ ഖൈസ് ഇദാ റഹിബ, സുഹൈർ ഇദാ റകിബ, വനാബി ഇദാ തുരിബ, വൽഅശ ഇദാ റഹിബ. ഔ ഇദാ ഇംറുൽ ഖൈസ് ഇദാ തുരിബ, സുഹൈർ ഇദാ റഹിബ, വനാബി ഇദാ റഹിബ, വൽഅശ ഇദാ റകിബ. ഔ ഇംറുൽ ഖൈസ് ഇദാ റകിബ, സുഹൈർ ഇദാ റഹിബ, വനാബി ഇദാ റഹിബ, വൽഅശ ഇദാ തുരിബ. ഓക്കെ, നമുക്കറിയാം ഇംറുൽ ഖൈസ് കൊട്ടാര എന്താണ് കുതിരയുടെ പേരത്ത് കയറി കഴിഞ്ഞാൽ നന്നായിട്ട് കവിത പാടുന്ന വ്യക്തിയായിരുന്നു. സുഹൈർ ആയിക്കോട്ടെ ഹാരിസ് ബിൻ ഔഫിനെയും ഹറമ ബിൻ സിനാനെ കുറിച്ച് മദ്ഹ് പാടാൻ വേണ്ടി റഹീബ് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കവിത ചൊല്ലുന്ന വ്യക്തിയായിരുന്നു. എന്നാൽ നാബിദ് ദുബിയാനി ഇതാ റഹിബയാണ്, ആയിഷ ഇതാ തുരിബയാണ്. ഓക്കെ, നമുക്കത് പിന്നീട് ചർച്ച ചെയ്യാം. ഇതേതാണ് ഇംറുൽ ഖൈസ് ഇതാ റകിബ എന്നുള്ളതാണ്. നമുക്കത് പറയാം അല്ലെ. നോക്കിക്കേ, അഷ്അറന്നാസ ഇംറുൽ ഖൈസ് ഇദാ റകിബ. കാരണം ഇദാ റകിബ ലിൽ ഫർസഹു ലിൽ ഖിത്താലി വരിഹിലാത്തി സീദ്, അദ്ദേഹം എന്താണ് യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ടു വരുന്ന സമയത്ത് നന്നായി കവിത പാടുന്ന ഒരു വ്യക്തിയായിരുന്നു ഇംറുൽ ഖൈസ്. സുഹൈർ ബിൻ അബി സലമ നമ്മൾ പറഞ്ഞതുപോലെ മദ്ഹ് ഹാരിസ് ബിൻ ഔഫിനെയും ഹറമ ബിൻ സിനാനെ കുറിച്ച് മദ്ഹ് ചെയ്യുന്ന കവിയായിരുന്നു ആര്? സുഹൈർ ബിൻ അബി സലമ. എന്നാൽ ദേഷ്യം പിടിക്കുന്ന സമയത്ത് കവിത പാടുന്ന വ്യക്തിയാണ് ആര്? അൻതറ. എന്നാല് നാബിദ് ദുബിയാനി ഇദാ റഹിബ, കാരണം എന്താണെന്ന് അറിയോ? അദ്ദേഹം എന്താണ് ഒരുപാട് നുഅ്മാൻ രാജാവിനോട് എന്താണ് വിട്ടുവീഴ്ച ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കവിത എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ആര്? ഈ പറയുന്ന നാബി. അതുകൊണ്ടാണ് ഭയപ്പെട്ട് കഴിഞ്ഞാൽ കവിത പാടുന്ന വ്യക്തിയാണ് ആര്? നാബിദ് ദുബിയാനി നമ്മൾ പറയാൻ കണ്ടു. പിന്നെ ഇതാ തുരിബ എന്ന് പറയുന്ന ആയിഷയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത കുറച്ച് കാര്യങ്ങൾ കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഇതാണ് അഭിപ്രായം. ഓക്കെ, നോക്കാം.
നിർത്താന്നാണോ ക്വസ്റ്റ്യൻസ് നോക്കാന്നാണോ എന്താ അവസ്ഥ? ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് അതിന്റെ കുറച്ചുകൂടി ഭാഗങ്ങളിലേക്ക് വരാണ്. ജാഹിലിയ കാലഘട്ടത്തിന്റെ തുടക്കം, അതിന്റെ കുറച്ച് അസ്ലുൽ എന്ന ഭാഗമാണ് നമ്മളിപ്പോ ചർച്ച നടത്തിയത്. ഇത് ജാഹിലിയ കാലഘട്ടത്തിലേക്ക് വരാണ്. രണ്ട് കൺസെപ്റ്റിന്റെയാണ്. അപ്പൊ ഇസ്മുൽ ലഹദിൽ ലദി കാന ഖബ്ലൽ ബഅസ, പ്രവാചക ലബ്ധിക്ക് ശേഷമുള്ള മുമ്പുള്ള കാലത്ത് എന്താ പറയാം? നമുക്കറിയാം ജാഹിലിയ കാലഘട്ടം എന്നാണ്. ഈ ജാഹിലിയ കാലഘട്ടം എത്ര കാലഘട്ടം ഉണ്ട് ചോദ്യമാണ്. ജനറൽ നോളജ് നിങ്ങൾക്ക് അറിയോ ഞാൻ നോക്കട്ടെ. ജാഹിലിയ കാലഘട്ടം എത്ര കാലഘട്ടമാണ്? 1 കാലഘട്ടമാണോ, 2 കാലഘട്ടമാണോ, 3 കാലഘട്ടമാണോ, 4 കാലഘട്ടമാണോ? 4 ഓപ്ഷൻ ഉണ്ട് കേട്ടോ. 1 2 3 4. 4 കാലഘട്ടമാണോ? 4 കാലഘട്ടമാണ് അല്ലെ? ഏതൊക്കെയാണ് ടീച്ചറെ പറഞ്ഞേ? ജാഹിലി 1, ജാഹിലി 2, ജാഹിലി 3, ജാഹിലി 4 അല്ലെ? ഞങ്ങളെ കളിയാക്കാനൊന്നുമില്ല കേട്ടോ, അതങ്ങനെ കരുതരുത്. ജാഹിലിയ കാലഘട്ടം 2 കാലഘട്ടമാണ്. അതിന് ജാഹിലിൽ ഊല എന്നും ജാഹിലിയ സാനിയ എന്നും നമ്മൾ പറയാറുണ്ട്. ഈ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ കൊന്നു കളഞ്ഞിരുന്ന ഒരു കാലഘട്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദുമാര് പ്രസംഗിക്കാറില്ലേ? ഇല്ലേ? ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ടോ? അത് 2ാം ജാഹിലിയ കാലഘട്ടമാണ്. അതായത് പ്രവാചക ലബ്ധിക്ക് 150 വർഷക്കാലത്തിന് മുമ്പുള്ള കാലഘട്ടത്തിന്റെ ചരിത്രമാണ് ആ പറയുന്ന ചരിത്രം. ആ കാലഘട്ടത്തിലേക്കല്ല സത്യം പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജാതനാകുന്നത്. അതിനുശേഷം ഒരു സാഹിത്യമായിട്ടുള്ള സംസ്കാര പുത്തുണർവ് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. AD 450 മുതൽ 610, 470 മുതൽ 610, 620 കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക ലബ്ധി വരെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിനെയാണ് 2ാം ജാഹിലിയ കാലഘട്ടം എന്ന് പറയാം. ഇബ്നുൽ ഖൈസ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കവികൾ സാംസ്കാരികമായി കൊണ്ട് അറബികൾ അഭിവൃദ്ധി നേടുന്നത് ഈ പറയുന്ന 2ാം ജാഹിലിയ കാലഘട്ടത്തിലാണ് കേട്ടോ. 1ാം ജാഹിലിയ കാലഘട്ടത്തിലാണ് നമ്മൾ ഈ പറയപ്പെട്ട എന്താണ് കുഫ്റുൽ ബനാത്തും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അറബികൾക്കിടയിൽ ഒരാള് ജനിച്ചു കഴിഞ്ഞാൽ അവർ വല്ലാതെ ആഘോഷിച്ചിരുന്നു. എഴുത്തുകാരനായിരുന്നു, അല്ല ഒരു കുതിരപ്പടയാള് ജീവിക്കുമ്പോ, കാരണം അവര് എഴുത്തുകാരന്മാരെയാണോ ഇഷ്ടപ്പെടുന്നത്, അല്ല കുതിരപ്പടയാള്. നമുക്കറിയാലോ അവർ പരസ്പര യുദ്ധത്തിന് വേണ്ടി പോരാടിയിരുന്നവരാണ്. അപ്പൊ തങ്ങളുടെ നാട്ടിലെ ഒരു യുദ്ധത്തിന് വേണ്ടി എന്താണ് പോരടിക്കുന്ന ഒരു യുദ്ധപ്പടയാളി ജനിച്ചിരുന്നെങ്കിൽ എന്താണ് സ്വാഭാവികമായിട്ടും അടുത്തുള്ള ഒരു കബീലക്കെതിരെ നമുക്ക് പോരാടാം. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ഫാരിസുകൾ ജനിക്കുന്ന സമയത്താണ് അവർ സന്തോഷിച്ചിരുന്നത്. അതല്ല നല്ല നല്ല ഇപ്പൊ നമുക്കറിയാം ഖുസ്ബിനെ സാഅദയൊക്കെ പോലത്തെ പ്രമുഖരായിട്ടുള്ള പ്രാസംഗികരുടെ ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ പ്രാസംഗികർക്കുള്ള വിഷയത്തിലായിരുന്നു. അതല്ല കവികൾ ഇബ്നുൽ ഖൈസിനെയും ആയിഷയെയും തൊറഫയെയും അന്തരയൊക്കെ പോലത്തെ കവിതകളൊക്കെ ഉണ്ടാകുന്ന സമയത്താണോ എന്നുള്ളതാണ്. നമുക്കറിയാം അംർ ബിൻ കുൽസൂം അല്ലെ? അംർ ബിൻ കുൽസൂം എന്നാണ് ഷാരുൽ ഫഖ്റാൻ. തന്റെ കവിതയെ പറ്റിയിട്ട് അദ്ദേഹം പാടുന്നുണ്ടല്ലേ, ഇദാ ബലഗൽ ഫിതാമു ലനാ സബിയൻ വതഖറ ലഹുൽ ജബാബിറ സാജിദീൻ അല്ലെ? ഇതിന്റെ മുല്ലക്കയുടെ തുടക്കം അങ്ങനെയല്ലേ? ഇദാ ബലഗൽ ഫിതാമു ലനാ അല്ല, കള്ളുകൊണ്ടല്ലേ? ഇതിന്റെ കവിതയിലുള്ള അദ്ദേഹത്തിന്റെ വരികളല്ലേ ഇദാ ബലഗൽ ഫിതാമു ലനാ സബിയൻ? മുല്ലക്ക തുടങ്ങുന്നത് അബ്ദിന്റെ അല്ലേ? തൊറഫത്തുബിൻ അബ്ദിന്റെ അല്ലേ? അല്ല, മത്തല അല്ല, ഇദ്ദേഹത്തിന്റെ വരികളാണ്. സോറി, ഇദ്ദേഹത്തിന്റെ മത്തല അല്ല, ഇദ്ദേഹത്തിന്റെ വരികളാണ്. ഇദ്ദേഹത്തിന്റെ മുഅല്ലഖയിലെ വരികളാണ്. അതായത് ഇദ്ദേഹം പറയുന്നുണ്ട്, ഒരു ഇദ്ദേഹത്തിന്റെ ഈ പറയുന്ന തഗ്ലബ് ഗോത്രത്തിൽ, ഇദ്ദേഹം തഗ്ലബ് ഗോത്രക്കാരനാണ്. അപ്പം ഇദ്ദേഹത്തിന്റെ ഗോത്രത്തിലുള്ള ഒരു കൊച്ചുകുട്ടി എങ്ങാനും യുവാവായി മാറിക്കഴിഞ്ഞാൽ എന്തായിരുന്നു ജബ്ബാരികളായിട്ടുള്ള അഥവാ വളരെ എന്താണ് പരിക്കരായിട്ടുള്ള നല്ല കഠിന ഹൃദയരായിട്ടുള്ള നല്ല ശക്തരായിട്ടുള്ള എന്താണ് രാജാക്കന്മാർ അവർക്ക് വന്ന് സുജൂദ് ചെയ്യും എന്നുള്ളതാണ്. കാരണം അത്രയേറെ പേടിച്ചിരുന്നു എന്നുള്ളതാണ്. ആരെ? തഗ്ലബ് ഗോത്രക്കാരെ. ഓക്കെ, തഗ്ലബ് ഗോത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല പല കോട്ടുകൾ കാണാറുണ്ട്. തഗ്ലബ് ഗോത്രക്കാരെങ്ങാനും എന്താണ് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ അവർക്ക് നമ്മളെ അറബികളെ ഒന്നടങ്കം വിഴുങ്ങിയെന്നൊക്കെ അബ്ബാസി അമവി കവികളൊക്കെ ഇവരെ കുറിച്ച് പറയാറുണ്ട്. അത്രയേറെ ഇവരെ ഭയന്നിരുന്നു എന്നുള്ളതാണ് സമകാലികരൊക്കെ. ഇനി താരത്തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകൾ വായിച്ചു നോക്കുക, അതിൽ ശരിയായ തിരഞ്ഞെടുക്കുക.
يعتبر مارو نكاش أول من وضع مسرحية الحديث في العالم العربي. ആദ്യമായിട്ട് അല്ലെങ്കിൽ അറബ് നാടകങ്ങൾ, മോഡേൺ അറബ് നാടകങ്ങൾ അറബ് ലോകത്തേക്ക് കൊണ്ടുവരുന്നതാരാണ്? മറു നക്കാഷാണ്. കാന ഖലീൽ ബിൻ അഹമ്മദ് വാലിയൽ ജമീൽ ബുഹൂർ ഷിറിൽ അറബിയ. അറബിക് കവിതകളിൽ എല്ലാ ബഹറുകളും കണ്ടെത്തുന്നത് ഖലീൽ ബിൻ അഹമ്മദ് ആണ്. കാന കഅബ് ബിൻ സുഹൈർ ഷാഇറൻ അബ്ബാസിൻ, ഒരു അബ്ബാസി കവിയാണ് ആര്? കഅബ് ബിൻ സുഹൈർ. തുഅറഫ ബിഖസായിദ് സുഹൈർ ബിൻ അബി സലമ ബിൽ ഹൗലിയാത്ത്. ഹൗലിയാത്ത് കവിതകൾ എന്നാണ് സുഹൈർ ബിൻ അബി സലമയുടെ കവിതകൾ അറിയപ്പെടുന്നത്. നമുക്കറിയാം ഓപ്ഷൻ എ ശരിയാണ്. കാരണം ആദ്യമായിട്ട് അൽ ബഖീൽ എന്ന 1817 രചിക്കപ്പെടുന്ന അൽ ബഖീലാണ് ആദ്യത്തെ. 817 അദ്ദേഹം ജനിക്കുന്നത്. മറു നക്കാഷ് ജനിക്കുന്നത്. ഇതിന്റെ നാടകം വരുന്നത് 849 തോന്നുന്നു. 49-50 ഞാൻ മനസ്സിലാക്കുന്നത്. ഓർമ്മ ഒരു ഇയർ ഓർമ്മല്ല. 47. 50-ലും 49 മറ്റു നാടകങ്ങളാണ്. 1847 അൽ ബഖീൽ വരുന്നത്. ഓക്കെ, അപ്പോ അദ്ദേഹമാണ് ആദ്യത്തെ ഇത്. പിന്നെ സുഹൈർ ബിൻ അബി സലമ എന്താണ്? ഹൗലിയാത്ത് കവിതകൾ കൊണ്ടാണ് പ്രശസ്തനാകുന്നത്. അൽ ഖസായിസ് ഷിറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ എന്താണ് ഖസായിസ്? എന്താണ്? തസവുഫാണോ, തൗബയാണോ, അതല്ല ബിസാത്ത സിംപ്ലിസിറ്റി ആണോ, ലാ ഷൈഅൻ, ഇതൊന്നും അല്ല. എ ഉണ്ട്, ഡി ഉണ്ട് അല്ലെ. തസവുഫ് കവിതകളാണെന്നുണ്ട്, തൗബയുടെ കവിതകളാണെന്നുണ്ട്, അതല്ല സിമ്പിൾ ആയിട്ടുള്ള കവിതകളായിരുന്നു, ഇതൊന്നും അല്ല എന്നുള്ളതാണ്. അപ്പൊ പല ആൾക്കാരും പറയുന്നത് ലാ ഷൈഅൻ, ഇതൊന്നും അല്ല എന്നുള്ളതാണ്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ ബിസാത്ത വൽ മറൂന, സിംപ്ലിസിറ്റി എന്നുള്ളത് ജാഹിലിയ കാലഘട്ടത്തിലെ കവിതകളുടെ പ്രത്യേകതയാണ്. നമ്മുടെ അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഏറ്റവും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് ഏത് കവിതകളാണ്? ഏത് കവിതകളാണ്? ജാഹിലിയ കവിതകളല്ലേ? അല്ലെ? ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കപ്പെടുന്ന കവിതകൾ ഏതാണ്? ഇപ്പം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകുന്ന എനിക്ക് അറിഞ്ഞൂടെ, നിങ്ങളെ ഫസ്റ്റ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുമ്പോൾ പോലും നിങ്ങൾ പഠിക്കുന്ന ഏത് കാലഘട്ടത്തിലെ കവിതകളാണ്? മറ്റുള്ള കാലഘട്ടത്തിലെ കവിതകളെക്കാളേറെ മുഅല്ലഖ കവിത നിങ്ങൾ നിർബന്ധമായി പഠിക്കാറുണ്ട്. കാരണം മുഅല്ലഖ കവിതകളിലൂടെ നമുക്ക് മനസ്സിലാകുന്ന നോളജ് മറ്റൊരു, അതായത് അവരുടെ ചരിത്രം കിട്ടുന്നതോടൊപ്പം തന്നെ ഒരുപാട് ലാംഗ്വേജ് കിട്ടുന്നുണ്ട്, സിമ്പിൾ ആയിട്ടുള്ള. അഖില്ലത്തുൽ മുബാലിഗ, അതിശയോക്തി കുറവ് എന്ന് പറയുന്നത് അത് ഏത് കാലഘട്ടത്തിലെ കവിതകളിൽ പ്രത്യേകതയാണ്? ഉസ്മാനി കവിതകളുടെയാണോ, അബ്ബാസി കവിതകളുടെയാണോ, അമവി കവിതകളുടെയാണോ, ജാഹിലി കവിതകളുടെയാണോ? അതിശയോക്തി, അതായത് നമുക്കറിയാലോ ചെറിയ കാര്യത്തിൽ വലുതാക്കി പറയാന്നൊക്കെ പറയും, അത് കുറവ് ഏത് കാലഘട്ടത്തിലായിരുന്നു? അത് ജാഹിലിയ കവിതകൾക്കായിരുന്നു. അബ്ബാസി കവിതകൾക്ക് നന്നായിട്ട് മുബാലഗത്തുണ്ടായിരുന്നു. ഏത് ഭാഷയിലാണ് ജാഹിലിയ കവിതകൾ അധികവും വന്നിട്ടുള്ളത്? അദ്നാനികളുടെ ഭാഷയിലാണോ, ഹിമ്യർ ഭാഷയിലാണോ, കഹിത്താനികളുടെ ഭാഷയാണോ, യമനുകാരുടെ ഭാഷയിലാണോ? ഇങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യൂല്ലേ? തെറ്റണം, തെറ്റിയാൽ നമ്മൾ ശരിയാക്കും, ശരിയാക്കിയാൽ നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഓക്കെ, അദ്നാനികളുടെയാണ്. അദ്നാനികൾ, നിസാരിങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? ഈ നിങ്ങൾ മനസ്സിലാക്കേണ്ടതേ, അദ്നാനികൾ എന്ന് പറയുന്നത് അല്ല. ഓക്കെ, അദ്നാനികൾ അദബുൽ ജുനൂബ് എന്ന് പറയുന്നതാണ് അദ്നാനികളല്ലേ? ജനൂബ് കഹ്താനിയനല്ലേ? ജനൂബ് കഹ്താനികള്. ഓക്കെ, യെസ് യെസ്. ഒരു മിനിറ്റ്. ഓ യെസ് 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 യെസ്. ജനൂബ് ആരാണ്? കഹ്താനികളാണ് അല്ലേ? ഓക്കെ, ജനൂബ് കഹ്താനികളാണ്. ഓക്കെ, ജനൂബ് കഹ്താനികളാണ്. ഷിമാൽ എന്താണ്? അദ്നാനികളാണ്. ഓക്കെ, ഇഖ്തറ തസ്രീഹാത്തുൻ സ്വഹീഹാണ് ഷിറുൽ ജാഹിൽ. ഇതിനകത്ത് ശരിയായി പറഞ്ഞിട്ടുണ്ട്. ഓപ്ഷൻ എ, ബി ഇതെല്ലാം ശരിയാണ്. ഓക്കെ, അതായത് ജാഹിലിയ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് എന്തുണ്ട്? ആറാദുകളുണ്ട്. ഏകദേശം 8ഓളം ആറാദുകൾ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. 8, 9 എന്നൊക്കെ മുമ്പ് ചോദ്യം വന്നിട്ടുണ്ട്. അത് ക്യാൻസൽ ആവേണ്ട ഒരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ ഷിറുൽ ഷഫവി ആയിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ഷിറുൽ അമൂദി ആയിരുന്നു. ഷിറുൽ അമൂദി എന്ന് വെച്ചാൽ എന്താ? അൽ മുറാദ് യഅറഫു ബിഷിറുൽ അമൂദി. വസനും കാഫിയുള്ള
അതെ, വസനും കാഫിയും അടങ്ങുന്ന കവിതകളെയാണ് നമ്മൾ ഷിറുൽ അമൂദി എന്ന് പറയാം. ലൈസ മിൻ അഷ്ഹരി റുവാത്ത് ഷിറുൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിലെ റാബിമാരിൽ പെടാത്തവരാണ്. ഹമ്മാദു റാബിയാണോ, അസ്മഇ ആണോ, അൽ ഹരീരി ആണോ, അബു അംർ ബിൻ അൽ അല ആണോ? ഓക്കെ, നമ്മൾ പറഞ്ഞില്ല അസ്മഇക്കാണ് അസ്മഇയാത്തുള്ളത്. അബു അംർ ബിൻ അൽ അല വളരെ പ്രമുഖനായിട്ടുള്ള റിപ്പോർട്ടറാണ്. ഹമ്മാദു റാബി വളരെ റിപ്പോർട്ടറാണ്. ലൈസ മിൻ ഫുഹൂലി ഷിറുൽ ജാഹിലി ഇംറുൽ ഖൈസ്, നാബിയത്ത് ദുബിയാനി, ദിരിമ, സുഹൈർ ബിൻ അബി സലമ. അതെ, ഐലാൻ ബിൻ ഉഖ്ബ എന്നറിയപ്പെടുന്ന ആരാണ്? ദുർരീമ. ദുർരീമയെ പറ്റി സെറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളത് തന്നെ ഒരേ ഒരു ചോദ്യമാണ്. ഐലാൻ ബിൻ ഉഖ്ബ എന്ന പൂർണ്ണനാമം ആരുടേതെന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് മാത്രമേ കോമ്പറ്റേറ്റീവ് പരീക്ഷയ്ക്ക് ഈ പറയുന്ന ഈ ദുർരീമയെ പറ്റി ചോദ്യം വന്നിട്ടുണ്ട്. ഐലാൻ ബിൻ ഉഖ്ബ. ഇൻഷാ അല്ലാഹ് നമ്മളത് പിന്നീട് ചർച്ച ചെയ്യും. മാഹിയ തസ്രീഹാത്തുൽ ഖാത്തിയ അൻ ഷിറുൽ ജാഹിലി അൽ മുഅല്ലഖാത്ത് അഷ്ഹറു. ഇത് നമ്മൾ പറഞ്ഞല്ലേ അല്ലെ? നമ്മൾ പറഞ്ഞ ചോദ്യമാണല്ലേ? ഇത് പറഞ്ഞ ചോദ്യമാണ്. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞ ചോദ്യമാണ്. ഇത് പറഞ്ഞതാണ്. ഇനി അൽ മുഅല്ലഖാത്തു സബഅ ഖസായിദുൻ ഇസ്ലാമിയ, ഖസായിദുൻ ജാഹിലിയ, ഖസായിദുൻ അമവിയ, ഖസായിദുൻ അബ്ബാസിയ. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ ഓക്കെ, കറക്റ്റാണ്. ജാഹിലിയ കവിതകളാണ്. ലൈസ മിൻ ശുഅറായി അൽ മുഅല്ലഖാത്തു സബഅ ഇംറു ഖൈസ്, തുറഫ, ഷൻഫറ, സുഹൈർ. ആരാണ് വരാത്തത്? യെസ്, ഷൻഫറ ഏത് കാലഘട്ടത്തിലെ കവിയാണ്? ജാഹിലിയ കാലഘട്ടത്തിലെ തെരുവ് കവികളിൽ പെട്ടത്. തെരുവ് കവികൾ എന്ന് പറയോ? സോഅലൂക്ക്. നാടോടി കവികൾ. നാടോടി കവികൾ എന്ന് പറയുന്നതിന് കുറച്ചുകൂടി നല്ലത്. തെരുവ് കവികൾ എന്നൊന്നും പറഞ്ഞിട്ട് അത്രയും തരം താർക്കുണ്ടാവല്. കബീലയ്ക്ക് ഉള്ളിലുള്ളവരുണ്ടായിരുന്നു, കബീലയ്ക്ക് പുറത്തുള്ളവരുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. നല്ല സ്വഭാവം കാരണം കബീലയ്ക്ക് പുറത്തിട്ടുള്ളവരുണ്ട്, കബീലയ്ക്ക് അകത്തുള്ളവരുണ്ട്. അപ്പം കബീലയ്ക്ക് പുറത്തുപോയാൽ നമുക്ക് തെരുവ് കവി എന്ന് പറയുന്നത് തെറ്റുണ്ടാവില്ല. പക്ഷെ കബീലയ്ക്കുള്ള അകത്തുള്ള തന്നെ എന്താണ് ഷൻഫറെ എന്താണ് ഒക്കെ നമ്മൾ നോക്കാൻ പറ്റും. ചില ആൾക്കാരെന്ന് വെച്ചാൽ നന്നായിട്ട് ജൂത് ചെയ്യുന്ന, അതായത് നന്നായിട്ട് ഔദാര്യം ചെയ്യുന്നവരുണ്ട്. ഉറുവയൊക്കെ നന്നായിട്ട് ഔദാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. ചില ആൾക്കാർ കള്ളന്മാരായിരുന്നു, ചില ആൾക്കാർ നന്മയ്ക്ക് വേണ്ടി കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ പല കാറ്റഗറി ഉണ്ട് അവർക്കിടയിൽ. നമ്മൾ സോഅലൂക്ക് കവിതകൾ എന്ന് പറയാറുള്ള അതായത് ആദ്യം 7 എണ്ണമായിരുന്നു. പിന്നെ അതിലേക്ക് 3 പേരെ ഇദാഫത്ത് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ള ആരൊക്കെയാണ് ചെയ്തത്? നാബിയ ആരൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, വെരി ഗുഡ്. ഓപ്ഷൻ ബി is the right answer. ഉബൈദ് ബിൻ അബ്റസ്, ആയിഷ, നാബിത്ത് ബിയാൻ. അൽ മുഅല്ലഖാത്ത് തഅറഫ അയ്ലൻ അൽ ഗൽമാനിയാത്ത്, അസ്സമൂദ്, അത്തുർദിയാത്ത്, അൽ ഖിവാനിയാത്ത്. സമൂദ് അഥവാ എന്താണ്? അതുപോലെ തന്നെ പറയാതെ മറ്റൊരു പേരാണ് മുദഹബാത്ത് എന്നും സബഅ തിവാൽ എന്നും പറയാറുണ്ട്. അൽമാനിയത്ത് എന്ന് വെച്ചാൽ എന്താ? അൽമാനിയാത്ത് അൽമാൻ അല്ലെ? ഈ അബൂനുവാസിന്റെ പേരല്ലേ? അബൂനവാസിന്റെ പേരല്ല, അബൂനവാസിന്റെ പേരല്ല. ഒസുലുബിൽ ഒൽമാൻ, അതായത് ഒൽമാൻ അൽ മുദക്കർ, അതായത് കൊച്ചു ആൺകുട്ടികളെ കുറിച്ച് വർണ്ണിച്ച് പാടുന്ന കവിതയാണ് ഒൽമാനിയത്ത് എന്ന് പറയാം. അതിന്റെ റായിദാണ് അബൂനവാസ്. അതുപോലെ തുർദിയാത്ത് എന്ന് പറയുന്നത് വേട്ട മൃഗങ്ങളെ കുറിച്ച്, കിലാബ്, പ്രത്യേകിച്ചും ഈ നായാട്ടുകൾ ഉണ്ടല്ലോ, അപ്പൊ നായാട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കവിതകളാണ് തുർദിയാത്ത് എന്ന് പറയാം. ഖിവാനിയാത്ത് എന്ന് പറയുമ്പം ഇറസാലി ഖുവാനി സൊഫയൊക്കെ അതിൽ വരുന്ന സംഭവമാണ്. അഥവാ നമുക്ക് അറിയാം ഈ
അബ്ബാസിയ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള കവിതകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് പരസ്പര സാഹോദര്യത്തിന്റെ കവിതകൾ എന്ന് പറയാം. അത് അബ്ബാസിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ടൈപ്പ് ഓഫ് കവിതകളാണ്. റസായിലുൽ ഇഖ്വാനി അത് അതന്നെ. يقال ان المعلقات كسائل الجاهليه اختارها النقاد العرب في هذه السوق. ഏതാണ്? സിമ്പിളാണ്, നമുക്കറിയാം. അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ മുഅല്ലഖ കവിതകൾ എവിടെയായിരുന്നു നിരൂപകന്മാർ ശേഖരിച്ചിരുന്നതെന്നുള്ള തെരഞ്ഞെടുത്തിരുന്നത്? എവിടെയാണ്? പോയോ? എല്ലാരും പോയോ? ഉറങ്ങിപ്പോയോ? വീട്ടിൽ പോയോ? എവിടെ പോയി? നിങ്ങൾ വീട്ടിൽ പോകുമ്പോ എന്നോടൊന്ന് പറഞ്ഞേക്കണേ. നിങ്ങൾ വീട്ടിൽ പോകുമ്പോ ഞാൻ അറിഞ്ഞില്ലെങ്കിലേ മോശല്ലേ? ഓക്കെ, കുക്കാലാണ്. കാല് എന്ന് പറയുന്ന ചന്തയാണ്. ലൈസമിൻ ഷുഅറാൽ ഖദർ, ഖദർ കവികളിൽ പെടാത്തത്. സാൻ, നാബിഅ, ഹാരിസ് ബിൻ ഹില്ലിസ, സുബൈർ ബിൻ അബി സലമ. അഹ്ലുൽ ഖദർ ഉണ്ട്, അഹ്ലുൽ ബബർ ഉണ്ട്. അതായത് അഹ്ലുൽ ഖദർ എന്ന് പറയുമ്പോൾ ഈ ഗ്രാമീണ കവികളെയാണ് ഖദറിന്റെ കവികൾ എന്ന് പറയാം. ബബർ എന്ന് വെച്ചാൽ കൊട്ടാരക്കവി. പറയാം, ബാക്കി പറയാം. അഹ്ലുൽ ഖദർ എന്ന് പറയുമ്പോൾ കൊട്ടാര കവികൾ വരാം. അതുപോലെ തന്നെ കൂടുതൽ നമുക്ക് കാണാൻ ഷെയറുൽ മുദ്നിവൽ ഖുറ എന്നും പറയാറുണ്ട്. അതുപോലെ അഹ്ലുൽ ബബർ എന്ന് വെച്ചാൽ അഹ്ലുൽ ബാദിയത്തി, ഈ ഗ്രാമീണ കവികളായിരുന്നു. അഥവാ നാഗരികമായ കവികൾ. അതായത് കവികളുടെ ഒരു കാറ്റഗറൈസേഷൻ എന്ന് വെച്ചാൽ ഈ നാഗരികമായിട്ട് ജീവിച്ചിരുന്നവരുണ്ട്, അതേപോലെ തന്നെ എന്താണ് ഗ്രാമീണരായിട്ടുള്ള കവികളുമുണ്ട്. ഇതില് ഖദറിന്റെ കവികൾ എന്ന് പറയുന്നത് എന്താണ്, ഈ ഗ്രാമീണ കവി എന്താണ്, അവർ കൂടുതൽ നാഗരികതയൊക്കെ ഇഷ്ടപ്പെട്ടിരുന്ന കവികളാണ്. എന്നാൽ ബബർ എന്ന് വെച്ചാൽ എന്താണ്, ഗ്രാമീണ കവികളായിരുന്നു. അവരുടെ മറ്റൊരു പേരാണ് അഹ്ലുൽ മദർ എന്നും പറയാറുണ്ട്. ബബർ എന്നും പറയാറുണ്ട്, മദർ എന്നും പറയാറുണ്ട്. ഇതിന്റെ അകത്ത് ഖദറിൽ പെട്ട കവി സുഹൈർ ബിൻ അബി സലമയാണ്. സുഹൈർ ബിൻ അബി സലമ ഇതിൽ പെടാത്ത കവിയാണ്. മാത്രമല്ല മറ്റൊരു കൺസെപ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ കൊട്ടാര കവികളെ നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ ഹാരിസ് ബിൻ ഹില്ലിസയും നാബിയത്ത് ദുബിയാനും ഹസ്സാൻ ബിൻ സാബിത്തൊക്കെ എന്തായിരുന്നു, കൊട്ടാരത്തിലെ കവികളായതും നമുക്ക് കാണാൻ പറ്റും. തെറ്റായ സ്റ്റേറ്റ്മെന്റ് തിരഞ്ഞെടുക്കുക. ഒറ്റപ്പെട്ടത് ആയിഷ, ഹുസ്ബിന് സായിദ, ഹാരിസ് ബിൻ ഹില്ലിസ, നാബിയത്ത് ദുബിയാനി. ഏതാണ് വരുന്നത്? ഹുസ്ബിന് സായിദാണ്. കാരണം അദ്ദേഹം ഖത്തീബാണ്. ഷാരു മലിക്കുൽ വലീൽ അബൂഹു മലിക്കും ബനി അസദ്. മലിക്കുൽ വലീൽ എന്നറിയപ്പെടുന്ന കവിയാണ്. അദ്ദേഹത്തിന്റെ പിതാവ് അസദ് ഗോത്രത്തിലെ എന്താണ് രാജാവാണ്. ആരാണ്? ഇംറുൽ കൈസ് ആണ് അല്ലെ. ഇനി ഇന്ന ഇംറുൽ കൈസ് മിൻ അസ്ഹാബിൽ മുഅല്ലഖാത്ത്, അസ്ഹാബിൽ മുഅല്ലഖാത്തിൽ പെടുന്ന ഒരു കവിയാണ് ഇംറുൽ കൈസ്. അദ്ദേഹം ഏത് ഗോത്രക്കാരനാണ്? കിന്ദ ഗോത്രക്കാരനാണോ, ബനു കിന്ദ ഗോത്രക്കാരനാണോ, കിന്ദി ഗോത്രക്കാരനാണോ? ഇതൊന്നും അല്ലേ എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കിന്ദ അൽ യമനിയ അല്ലെ, കിന്ദത്ത് എന്നാണ് പറയട്ടോ. കിന്ദി എന്നൊന്നും പറയൂല, കിന്ദ എന്ന് തന്നെ എനിക്കും പറയലുണ്ടാവുക. കിന്ദി എന്നൊന്നും പറയൂല. ഹബീബ ഇംറുൽ കൈസ് ആരാണ്? അബിലയാണോ, ഉനൈസയാണോ, ഉമ്മു ഔഫയാണോ, ഷെയ്മ ആണോ? ആരാണ്? ഉനൈസയാണ്. ഉമ്മു ഔഫ ആരുടെയാണ്? അബിലയോ? ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ്. പ്രമുഖരായിട്ടുള്ള 3 കവികളില് ഏറ്റവും മുൻകട്ട ആളാരാണ്? ഇംറുൽ കൈസ്. ഓക്കെ, ബാക്കിയുള്ള 2 ആരൊക്കെയാണ്? ജാഹിലിയ കാലഘട്ടത്തിലോ?
സുഹൈറും നാബി. സുഹൈറും നാബിയ, സുഹൈർ, നാബിയ, ഇംറുൽ ഖൈസ്. അവരാണ് പ്രമുഖരായിട്ടുള്ള 3 കവികൾ. അതാണ് ജസൽ അൽ സുഹൂദ് അൽഫാദ് ശുഅറ എന്ന് എന്ന് പറയുന്നത്. യെസ് യെസ് സുഹൂദ് യെസ് ശുഅറ. അതെ അതെ ജസൽ അൽ അൽഫാദ് അങ്ങനെയൊക്കെ പറയാം. ജസലുൽ അൽഫാദ് നല്ല തിളക്കമാർന്ന അല്ലെങ്കിൽ നല്ല തിളക്കമാർന്ന നമുക്ക് എന്താണ് കെട്ടുറപ്പുള്ള പദങ്ങൾ. കസീർ അൽ ഗരീബ് എന്താണ് നമുക്ക് അപരിചിതം അല്ലെങ്കിൽ നമുക്കറിയാത്ത പദങ്ങള് പറയാം. ബദിഉൽ ഖയാൽ നല്ല ഭാവനകൾ കൊണ്ടുവരിക. ബലിഗ തഷ്ബീഹ് നല്ല തഷ്ബീഹുകളൊക്കെ കൊണ്ടുവരിക. ഇത് ആരുടെ കവിതകളുടെ പ്രത്യേകതകളായിരുന്നു? അൻതറയുടെയാണോ, അംർ ബിൻ കുൽസുമിന്റെ ആണോ, തൊറഫയുടെയാണോ, ഇംറുൽ ഖൈസിന്റെ ആണോ? ഇത് ആരുടെ കവിതകളുടെ എന്ന് വെച്ചാൽ ഇംറുൽ ഖൈസിന്റെ കവിതകളുടെ പ്രത്യേകത ആണ്. കാരണം ഷഅറുഹു ജസലുൽ അൽഫാദി കസീർ അൽ ഗരീബി ജയ്യദു സബഖി സരീഉൽ ഖാതിരി വബദിഉൽ ഖയാലി വബലിഉത് തഷ്ബീഹി. നമ്മുടെ ഹസൻ സയ്യാത്ത് വിശദീകരിക്കുന്നതാണ്. അതുപോലെ ഇസ്തംബത്തൽ മആനിൽ ജദീദ വക്തശാഫി സൂറൻ ജദീദ എന്നൊക്കെ പറയാം. അതായത് നല്ല തിളക്കമാർന്ന പദങ്ങളായിരുന്നു, അപരിചിതം നന്നായി ഉണ്ടായിരുന്നു, നല്ല കെട്ടുറപ്പുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്നായിരുന്നു അദ്ദേഹം കവിത പാടിയിരുന്നത്. നല്ല ഭാവനയുള്ള കവിതകളായിരുന്നു. അതുപോലെ തഷ്ബീഹ് നന്നായി ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം പുതിയ പുതിയ ആശയങ്ങൾ കൊണ്ടുവരികയും പുതിയ രൂപങ്ങൾ കവിതകൾക്ക് നൽകുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹം ഏത് വസനിലായിരുന്നു കവിത രചിച്ചത്? തൊബീലിലാണോ, മദീദിലാണോ, വസീത്തിലാണോ, കാമിലാണോ? തൊവീലും മിനൽ ഖൈസി ഉനൈസതലാമിയ അല്ലെ, അങ്ങനല്ലേ നമ്മൾ പാടിയത്? തൊവീലാണ് അല്ലെ. അഷ്അറന്നാസി ഇംറുൽ ഖൈസ് ഇതാ അല്ലോ, എത്ര വട്ടം ചോദിച്ച ചോദ്യമാണെന്നുണ്ടല്ലോ. ഇതാ റക്കിബ ലൈസ മിൻ അറാദി മുഅല്ലഖത്തി ഇംറുൽ ഖൈസ്. ഇംറുൽ ഖൈസിന്റെ മുഅല്ലഖയുടെ ഉറലുകളിൽ പെടാത്തത് വസ്ഫുത്തബിയ, ഒസില്, ഫഖർ, റസാഇ. റസാഖ് മൂപ്പര് പാടിയിട്ടില്ല. ഇപ്പൊ ആരെ കുറിച്ച റസാഖ് പാടിയിട്ടുള്ളത്? ആരെ കുറിച്ച റസാഖ് പാടി? മൂപ്പര് ദിക്റുൽ അത്ലാലല്ലേ, അവശിഷ്ടങ്ങളെ കുറിച്ചല്ലേ അദ്ദേഹം പാടിയിട്ടുള്ളൂ. റസാഖ് പാടിയില്ല. വസ്ഫുത്തബി അദ്ദേഹത്തിനെ പാടിയിട്ടുണ്ട്. വലൈലിൻ കമൗജിൽ ബഹരി അർഹാസദൂലിഹി അലയ്യാബി അൻവാഇൽ ഹമൂമി ലിയുബ്തലി എന്നുള്ള ഇതിനെ വേണമെങ്കിൽ അത് വസ്ഫുത്തബിയെ പെടുത്തിക്കൂടെ? നമുക്ക് എടുത്താം, ഒന്നും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ രണ്ടുപേരും നിൽക്ക്. എന്നിട്ട് നമുക്ക് എന്നിട്ട് കരയാം. എന്റെ പ്രണയിനിയെയും എന്റെ പ്രണയിനിയുടെ വീടിനെയും പറ്റിയുള്ള ഓർമ്മകളെ കുറിച്ച് നമുക്ക് കരയാം. എന്ന പ്രദേശത്താണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത്. അതാകട്ടെ ഫഹൗമലി എന്ന് പറയുന്ന 2 പ്രദേശത്തിനുമിടയിലുള്ള സിക്തിലിവ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തന്റെ കാമുകിയുടെ വീടിനെ കുറിച്ച് കരയാം എന്ന് പാടിയ കവി ആരാണ്? അതാരാണ്? അത് ഇംറുൽ ഖൈസിന്റെ കവിതയുടെ തുടക്കമാണ് എന്നുള്ളതാണ്. ദിമുക്കസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് ഈ ഇദ്ദേഹത്തിന്റെ കുതിരപ്പടയാളികൾ എന്തെന്നറിയോ? ഇറച്ചി കഷ്ണങ്ങൾ കൊണ്ട് ഇങ്ങനെ അവരിങ്ങനെ കളിക്കുന്നു. അവരിങ്ങനെ ഈ ദിമുക്കസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇറച്ചി കഷ്ണം പോലെയൊക്കെ അവർ കരുതും എന്നൊക്കെയാണ് പറയുന്നത്. കുതിരയൊക്കെ അദ്ദേഹം വർണ്ണിച്ച് പാടുന്ന ഒരു സംഭവമാണ്. മീനിങ് എനിക്ക് മറന്നുപോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. അപ്പോ ഇത് ഈ പറയുന്ന ദിമുക്കസ് കൊണ്ട് ഉദ്ദേശിച്ചത് ഏതെന്നറിയോ? ദിമുക്കസ് എന്ന് വെച്ചാൽ ഇബ്രസീം എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇബ്രസീം എന്ന് പറയുന്ന മീനിങ് ആണ് ഇവിടെ ദിമുക്കസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ മൻസിലി അൽ ഫന്നാനി ഫി ഹാദൽ മൻസിൽ. അത് ഒരു ജബലിന്റെ പേരാണ് കേട്ടോ. ഇസ്മുൽ ജബലാണെന്ത് അൽ ഫന്നാൻ എന്ന് പറയുന്നത്. അതുപോലെ മിക്കിരിൻ, മിഫിരിൻ, മുക്കബിലിൻ, മുദബ്ബിരിൻ മഅൻ കജൽമൂദ് സഖറിൻ ഹത്ത ഹുസീല മിൻ ഇൽി. അദ്ദേഹം ഇവിടെ എന്തിനെയാണോ വർണ്ണിക്കുന്നത്? നാക്കത്തിനെയാണോ, സഹറായിനെയാണോ, ഫറസിനെയാണോ, തിലാലിനെയാണോ? യെസ്, അദ്ദേഹം കുതിരയെ എന്താണ്
കുതിരയെ വർണ്ണിക്കുന്നതാണോ? യെസ്, കുതിരയെ വർണ്ണിച്ച് പാടുന്നതാണ്. അദ്ദേഹത്തിന്റെ പ്രധാന മറ്റു ചില വരികളാണ് അതുപോലെ ഇതൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട കവിതകളാണ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യണോ? എവിടെ നിൽക്കുന്നത്? എന്താ അവസ്ഥ പറയും? നമുക്ക് ഒരാളെ കൂടി നോക്കിക്കൂടെ എന്ന്? എന്താ അവസ്ഥ? طرفة بن العبد كان من قبيلة بني بكر بنو تغلب بنو مخزوم بنو أسد. ഏത് ഗോത്രക്കാരനാണ് തുറഫത്ത് ബിൻ അബ്ദ്? അദ്ദേഹം ഒരു തുറഫത്ത് ബിൻ അബ്ദുൽ ബക്കരി എന്ന് നമ്മള് ക്ലാസ് എടുത്ത സമയത്ത് നിങ്ങളോട് പറഞ്ഞല്ലേ, കുറെ ആൾക്കാർ നമ്മൾ പഠിക്കുന്ന സമയത്ത് അവരെ കബീല കൂടി ചേർത്ത് പഠിക്കാന്ന് പറഞ്ഞിരുന്നു അല്ലെ? ഓർക്കുന്നുണ്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. അമ്രുബിൻ കുൽസും അത്തഗ്ലബി തുറഫത്ത് ബിൻ അബ്ദുൽ ബക്കരി എന്നൊക്കെ നമ്മൾ പറഞ്ഞ് എന്നെ പഠിക്കാൻ നമ്മൾ പറഞ്ഞതാണ്. യെസ്, അപ്പൊ അതങ്ങനെ പഠിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പമായിരിക്കും. കാരണം തുറഫത്ത് ബിൻ അബ്ദ് എന്ന് പറയുന്നത് ബക്കരി ഗോത്രക്കാരനാണ്. ഇബ്നുൽ അശ്രി, ഈ ചരിത്രമൊന്നും ഞാൻ പറഞ്ഞ് ഈ വൈകിയ വേളയിൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇബ്നുൽ അശ്രീൻ 20ന്റെ മകൻ എന്നറിയപ്പെട്ടാൻ കാരണം എന്താണ്? ആരാണ്? അൻതറയാണോ? തുറഫയാണോ? അമ്രുബിൻ കുൽസുമാണോ? തഅബ്ബത്ത് ഷർറയാണോ? തുറഫത്ത് ബിൻ അബ്ദാണ്. കാരണം തുറഫത്ത് ബിൻ അബ്ദ് വളരെ എന്താണ്, ചെറുപ്പകാലത്ത് തന്നെ മരിച്ച ഒരു കവിയാണ്. ആരും ഈ പറയുന്ന തുറഫത്ത് ബിൻ അബ്ദ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോ അദ്ദേഹത്തെ അറിയപ്പെട്ടതാണ് എന്ത്, ഈ പറയുന്ന ഇബ്നുൽ അശ്രീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹം വളരെ മുത്തലമ്മിസ്, ആ ചരിത്രം നിങ്ങൾക്ക് അറിയായിരിക്കും. മുത്തലമ്മിസ് ആണ് എന്ത് ചെയ്യുന്നത്, മുത്തലമ്മിസും ഇദ്ദേഹം കൂടി ഇങ്ങനെ പോകുന്ന സമയത്ത് മുത്തലമ്മിസ് ഇദ്ദേഹത്തിന് കത്ത് കൊടുക്കുകയും പിന്നീട് ഇദ്ദേഹം ആ കത്ത് കൊണ്ടു കൊടുക്കുകയും അവസാനം കൊല്ലുകയൊക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഞാൻ സമയം വൈകിയത് കൊണ്ട് പറയാതെയൊക്കെയാണ്. അദ്ദേഹം ഏത് കാലഘട്ടത്തിലാണ് ഇദ്ദേഹം തന്റെ 26ാമത്തെ വയസ്സിലാണ് കൊല്ലപ്പെടുന്നത്. അദ്ദേഹം ഏത് വർഷമാണ് ജനിക്കുന്നത്, ഏത് വർഷമാണ് മരിക്കുന്നത്? 538 64 ആണോ, 68 94 ആണോ, 115 534 ആണോ, 528 554 ആണോ? ഓക്കെ, നമുക്ക് 538 ജനിക്കുന്നു, 564 അദ്ദേഹം മരിക്കുന്നു. പിന്നെ അമ്രുബിന് ഹിന്ദ് സാഹിബിൽ ഹീറ, ഇദ്ദേഹം അമ്രുബിന് ഹിന്ദ് രാജാവിനെ ഹിജാബ് ചെയ്യുന്നുണ്ട്. സാഹിബിന് ഹീറയാണ്. പിന്നെ വഖതല ബിസബബിഹി ഫി സാദിസി വൽ 20 മിൻ തന്റെ 26ാമത്തെ വയസ്സിലാണ് അദ്ദേഹം മരിക്കുന്നത്. ഇതാരാണ്? തുറഫത്ത് ബിൻ അബ്ദാണ്. ആരാണ്? തുറഫത്ത് ബിൻ അബ്ദാണ്. തുറഫത്ത് ബിൻ അബ്ദയുടെ കവിതകൾ എത്ര കിസ്മുകളുണ്ട്? 4 ആണോ, സമാനാണോ, സലാസാണോ, സബാണോ? ഇദ്ദേഹത്തിന്റെ കവിതകളില് 3 ഉള്ളത്. കിസ്മുൽ വസ്ഫി, കിസ്മുൽ ഗസലി, കിസ്മുൽ ഇഖ്ബാരി, ഇങ്ങനെ 3. വസ്ഫി, ഗസലി, ഇഖ്ബാരി, ഇങ്ങനെ 3 കണ്ടോ? ഇതാരുടെ അതാണ്? തുറഫത്ത് ബിൻ അബ്ദിന്റെ. അങ്ങനെ തന്നെ മുന്നോട്ട് ചോദിച്ചിട്ടുണ്ട്. വലൗല സലാസ കുന്ന ഫി ഇസ്തുൽ ഫത വജദ്ദകലം അഹ്ഫൽ മതാ ഖാമ ഔദി. ഇത് ആരുടെ വരികളാണ്? ദാല് വന്നത് കൊണ്ട് തന്നെ ആരുടെ വരികളാണ്? തുറഫയുടെ വരികളാണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ മറ്റു ചില വരികളാണ് വലൽ മിൻ ദബിൽ ഖുർബ അശദ്ദ മലാലതൻ അല നഫ്സി മിൻ വഖഅൽ ഹസാമിൽ മുഹന്നിരി.
അതുപോലെ ഫൈൻ കുന്തലാ തസ്തത്തിഉ ദഫഅ മനിയത്തി ഫദഇനി അബാദിറഹ ബിമാ മലക്കത് നിങ്ങൾക്ക് ഫൈൻ കുന്തലാ തസ്തത്തിഉ ദഫഅ മനിയത്തി എന്റെ മരണത്തെ പിടിച്ചു നിർത്താൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഫദഇനി നീ എന്നെ വിട്ടേക്കുക അബാദിറഹ ബിമാ മലക്കത് ഞാൻ എന്ത് ചെയ്യാം എന്റെ കരങ്ങൾ കൊണ്ട് ഞാൻ ആ മരണത്തെ സ്വീകരിക്കാം എന്ന് പറയാണ് അദ്ദേഹത്തിന്റെ വരികളാണ്. ഓക്കെ, അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നിവിടെ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്കറിയാം PSCയുടെ ഗ്രൂപ്പിലൂടെ ചർച്ചകൾ നടക്കുകയാണ്. അപ്പോ നമ്മളിവിടെ ഇപ്പൊ തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് തൊട്ടടുത്ത ദിവസം ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് എടുത്ത ക്ലാസ് മനസ്സിലാക്കണ്ടാന്ന് വിചാരിക്കണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത ദിവസം മനസ്സിലായത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ അല്ലേ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പിന്നെ നമ്മുടെ സെഷനില് ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്.